പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കടന്നു വരാനിരിക്കുന്നവരെ കർത്താവ് വേഗത്തിൽ കൂട്ടിച്ചേർക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് അപ്പന്റെ സന്നിധിയിൽ കഴിക്കുന്ന സങ്കീർത്തന വായനകൾ, ആരാധനകൾ, വചന ശുശ്രൂഷ, മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ഗ്രൂപ്പിലേക്ക് കർത്താവെ ഞങ്ങൾ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ കർത്താവെ. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. പെൺമാമിച്ചി പാട്ടുപാട്. ആര്യം പാട്ട് പാടുവരണം. ആര്യ പാടാൻ പറ. ടൈം വേസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് പാടും. രാത്രികാല കർത്താവിൽ പാടുവാനെ പ്രാർത്ഥിപ്പാനൊക്കെ കൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കാവുന്ന ഇന്നത്തെ വചന ശുശ്രൂഷകളുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരുവാനുള്ള കൂടിയിരിക്കുന്ന എല്ലാ മക്കൾക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഞങ്ങൾ ഇതുവരെ എത്താൻ നീ മാത്രമെന്റെ ഞങ്ങൾ ഇതുവരെ എത്താൻ നീ മാത്രമെന്റെ ഞങ്ങൾ ഇതുവരെ എത്താൻ നീ മാത്രമെന്റെ ഞങ്ങളിതുവരെ നീ മാത്രം ദൈവമേ ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ഇതുവരെ എത്തുവാൻ നീ മാത്രം ദൈവമേ ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം യോഗിയമാറിയപ്പോ യോഗിയമാറിയപ്പോ തോൽവികൾ വന്ന നേരം യഹോവനീസിയായി തോൽവികൾ വന്ന നേരം യഹോവനീസിയായി ബലമല്ല നിന്റെയാണ് കഴിവല്ല ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവമേ ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി
രക്ഷക്കായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബെനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബെനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. നിങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവം. നിങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. നിങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവമേ. നിങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. എൻ ശൂന്യതകൾ മാറിയല്ലോ. എൻ ശൂന്യതകൾ മാറിയല്ലോ. എപ്പോഴും എന്നെ കാണുന്നു എൻ രോഗിയൻ സ്നേഹക്കൊടി. എപ്പോഴും എന്നെ കാണുന്നു രോഗിയൻ സ്നേഹക്കൊടി. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവം. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവം. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം യേശു. കഴിവല്ല നിൻ കൃപയാണ്, ബലമില്ല ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമില്ല ദയയാണ്. നിങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. ആമേൻ. സ്തോത്രം. ആരെയുണ്ടോ പാടാൻ? ഉണ്ട്. നമ്മുടെ യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ യഹോവയുടെ നന്മ അതും എന്നേക്കുമുള്ളത്. ഒരാളുടെ മേൽ യഹോവ നന്മ ചൊരിഞ്ഞാൽ അത് ആരാൾ കൊണ്ടും തടയാൻ സാധിക്കുന്നതല്ല. അതുപോലെ ഇന്ന് നമ്മൾ യഹോവയുടെ നന്മകളെ പറഞ്ഞ് പാടി ആരാധിക്കാൻ നോക്കിയാണ്. ഈ അവസരം തന്നതിന്റെ ദൈവത്തോട് ഞാൻ സ്തുതി പാടുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സുമിതു പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ.
നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ. പാപിയമെന്നെ തേടുവതേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. സ്തോത്രം. കർത്താവേ സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ പ്രിയപ്പെട്ട മാംസിയെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആര്യയെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി സങ്കീർത്തനം വായനയ്ക്കുള്ള സമയമാണ്. അതിനായി ആര്യയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. ഇന്ന് നമ്മളോട് വായിക്കാൻ പോകുന്ന സങ്കീർത്തനം 49-ാം സങ്കീർത്തനമാണ്. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവികൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. എന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എന്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എന്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്തു ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായതും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വായശ്രക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിനോട് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു. നീരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും, പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ നിന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും, അവർ ഒരു നാളും വിളിച്ചു കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ
വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ആമേൻ. സ്തോത്രം. കർത്താവേ ജെഫിൻ ബ്രദർ ഇനി സങ്കീർത്തനം പ്രബോധിപ്പിക്കുവാനായി ജെഫിൻ ബ്രദറിനെ ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം മീറ്റിംഗിൽ വന്ന് നമുക്ക് ഒരുമിച്ച് പാടുവാൻ ദൈവകൃപ തന്നു, പ്രാർത്ഥിപ്പാൻ ദൈവം തരുന്ന നമ്മളെ ബലപ്പെടുത്തുന്നതിനായ സ്തോത്രം. സങ്കീർത്തനം വായിപ്പാൻ ദൈവദാസിയെ ബലപ്പെടുത്തി ഈ സംഘത്തിന് കൂടെ 5 മിനിറ്റ് അതിന്റെ പ്രബോധനമായിട്ട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിപ്പാൻ, ദൈവത്തിന്റെ ഹിതത്തിനനുസരമായി സംസാരിപ്പാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് എന്നോടും സംസാരിപ്പാൻ, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തുള്ള വാളായിരിക്കാൻ എന്നോടും കേൾക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും സംസാരിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് സംഘത്തിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സംഘം തുടങ്ങുന്നു. 49 സങ്കീർത്തനം നമ്മൾ തുടർന്ന് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കും. 49 സങ്കീർത്തനം കോരഗോത്രന്മാരുടെ സങ്കീർത്തനമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കോരഗോത്രന്മാരെ പറ്റി വ്യക്തമായി സ്പഷ്ടമായിട്ടൊക്കെ നമുക്ക് പഠിക്കുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോരഗോത്രന്മാരുടെ സങ്കീർത്തനം അതിന്റെ 49 വാക്യം വായിക്കുന്നു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും എന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകമാകുന്നു. കോരഗോത്രന്മാർ പറയാണ്, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. എന്തോ അദ്ദേഹത്തിന് പറയാനുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുവാണ്, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഞാൻ പറയുന്ന ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും തന്നെ എല്ലാരെയും അവർ ആഹ്വാനം ചെയ്യുവാണ്. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും എല്ലാരെയും ആഹ്വാനം ചെയ്യുകയാണ്. ആസാഫിന്റെ കോരഗോത്രന്മാർ സങ്കീർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് അവരെന്തോ പറയാൻ അദ്ദേഹത്തെ പറയുവാനുണ്ട്, എന്നോട് വന്ന് കേൾപ്പാൻ പറയുന്നത്. അതിനുശേഷം എന്റെ വായ് ജ്ഞാനം പ്രസാദിക്കും, എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകമായിരിക്കും, വിവേകം തന്നെ ആയിരിക്കും സംഗീതം പറയുന്നു. കാരണം അദ്ദേഹം പറയുന്നു, എന്റെ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. കാരണം കോരഗ് അതിന്റെ ആ സങ്കീർത്തനത്തിലെ 12ാമത്തെ വാക്യം, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തോടെ നിലനിൽക്കില്ല. അതിന്റെ 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമ്പത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഈ കോരഗോത്രന്മാർ പറഞ്ഞിട്ട് വരുന്ന വാക്യങ്ങളിൽ പറയുന്നു, അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമ്പത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആരാ? 2 കൂട്ടരെ പറ്റി ഇവിടെ കോരഗോത്രന്മാർ പറയുന്നുണ്ട്. താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ അറിയാം, 2 കൂട്ടരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് അതിന്റെ 12ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ ബഹുമാനത്തോടെ നിലനിൽക്കില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തോടെ നിലനിൽക്കില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. ഒരു കൂട്ടരെ പറ്റി, ഒരു നശിച്ചു പോകുന്ന ഒരു കൂട്ടരെ പറ്റി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. അതുപോലെ തന്നെ 20ാമത്തെ വാക്യം വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരുമെന്ന്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരും. കാരണം ദൈവം തന്ന വിവേകം, കാരണം തന്റെ പിതാക്കന്മാർ ആ വിവേകത്തിൽ നിന്ന്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് മോശയോട് പിറുപിറുത്ത് ദൈവത്തിന് വിരോധമായി ഭൂമി വായ്പിളർന്ന് അവനെ വിഴുങ്ങിയത്, അവന്റെ പിതാക്കന്മാരെ വിഴുങ്ങിയത് അവൻ കണ്ടതാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞേ, ദൈവം തന്ന മാനവും വിവേകം, മാനവും അതെടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അതുപോലെ അത് വിവേകം നശിച്ചു പോയിക്കാൽ മാനം നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായി തീരും. കാരണം അവന്റെ പിതാക്കന്മാർ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായി തീർന്നേ ദൈവത്തിന്റെ കൽപ്പനയെ, ദൈവത്തിന്റെ അഭിഷക്തന് വിരോധമായി പിറുപിറുത്ത് ഭൂമി അവരെ വായ് പിളർന്ന് വിഴുങ്ങിയതായിട്ട് കാണുവാൻ നമുക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരന്മാർ പറയുന്നത്, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളാവരെ ചെവിക്കൊള്ളുവീൻ. കാരണം സാമാന്യ ജനവും എല്ലാവരും പറയുവാണ് ഇത് കേൾപ്പീൻ. കാരണം ഏത് മനുഷ്യനും ഇവിടെ പറയുന്നു, 6ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ, അവൻ തങ്ങളുടെ സമ്പാദ്യത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധി പ്രശംസിക്കുകയും ചെയ്യുന്നു. സമ്പത്തിൽ ആശ്രയിച്ച് ധനസമൃദ്ധി പ്രശംസിക്കുന്ന ഏതൊരു വ്യക്തിയും കാരണം നശിച്ചു പോകുന്ന തുല്യനായി തരണം. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകനായി നശിക്കും. കാരണം ദൈവം തന്ന മാനം നശിപ്പിച്ചു കളഞ്ഞാൽ, അവന്റെ വിവേകം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരും. നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ 11ാമത്തെ അധ്യായത്തിൽ അതിന്റെ വാക്യങ്ങളിൽ നമുക്ക് അറിയാം, ദാവീദിന്റെ ഒരു ആലോചനക്കായിരുന്നു അഹീത്തോഫേൽ എന്ന് പറഞ്ഞ ഒരു ഭൃത്യൻ, ഒരു മന്ത്രിയാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ആലോചന
ദൈവദൂതന്റെ ആലോചന പോലെയായിരുന്നു ദാവീദിന്. കാരണം അദ്ദേഹം പറയുന്ന വാക്കിന് ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. വലിയ മാനം ദാവീദിനെ ഏത് ഒരു ഒരു ഭൃത്യനായിരുന്നു അദ്ദേഹം, ഒരു സഹസുഹൃനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്ന ആലോചന ദൈവദൂതന്മാർ പറഞ്ഞ പോലെ ആലോചനയായിരുന്നു. ഒരിക്കൽ ശൗലിനെതിരായി തന്റെ മകനായ അബ്ശാലോം പിന്മാറിയപ്പോൾ ദാവീദിനെ വിട്ട് ദാവീദിനെ വിട്ട് അവന്റെ മാനം വിട്ട് അവന്റെ ആലോചന വിട്ട് അവൻ അബ്ശാലോമിനോട് ചേർന്ന് നിന്നു. ഒരിക്കൽ അവൻ വലിയ ഒരു ആലോചന, ദാവീദും തന്റെ കൂട്ടർക്കുമെതിരായി അബ്ശാലോം പതിയിരുന്ന് ദാവീദ് കാട്ടിലായിരുന്നപ്പോൾ ഒരു വലിയ ആലോചന പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ ആലോചന മാനത്തോടെ ഇരുന്ന മനുഷ്യനാണ്, ഭയങ്കര മാനത്തോടെ ഇരിക്കുന്ന, ഏറ്റവും രാജാവ് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദാവീദിൽ നിന്ന് വിട്ട് അബ്ശാലോമിനായിരുന്നപ്പോൾ അവൻ വലിയ ആലോചന പറഞ്ഞു കൊടുക്കുകയും ആ ആലോചന എന്ത് ചെയ്തു? നല്ല ആലോചന. കാരണം ആ ആലോചന പ്രകാരം പോയായിരുന്നാൽ കറക്റ്റ് ദാവീദ് അന്ന് തീർന്നു പോകേണ്ട സ്ഥാനമാണ്. അതിനായ ഹിത്യനായ ഹൂശായി വന്ന് വേറെ ആലോചന പറഞ്ഞു കൊടുത്തു. പക്ഷെങ്കിൽ ആലോചനയല്ല, തന്റെ ഏറ്റവും വലിയ ആലോചനയാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അത് എന്ത് ചെയ്തു? മാനത്തോടുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആലോചന അവരെന്ത് ചെയ്തു? അത് കൂട്ടാക്കിയില്ല, അതിനെ ഗണ്യമാക്കാഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ മാനത്തോടെ എന്ത് മനുഷ്യൻ തനിക്ക് വലിയ വിവേകമുണ്ടായിരുന്നു, തനിക്ക് വലിയ അറിവുണ്ടായിരുന്നു. ആ വിവേകത്തിന് ആ ജ്ഞാനത്തിൽ ഇരുന്ന് താൻ എന്ത് ചെയ്തു? തന്റെ ആലോചന തള്ളിക്കളഞ്ഞു പറഞ്ഞപ്പോൾ താൻ പോയി കെട്ടിഞ്ഞാന്ന് മരിക്കുവാനെടുത്താണ്. കാരണം തന്നെ ദൈവം ഏൽപ്പിച്ച വേലയിൽ നിന്ന്, തന്നെ ദൈവം ഏൽപ്പിച്ച ആ കൃപയിൽ നിന്ന് മാറി അബ്ശാലോമിനോട് ചേർന്നപ്പോൾ ദൈവത്തിന്റെ ആലോചന അബദ്ധമാക്കി കളയുവാൻ തീർന്നു. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞത്, സകല ജാതിമാർ വന്ന് കേൾപ്പീൻ, സകല ഭൂവാസികളോ ചെവിക്കൊള്ളി. കാരണം നാം ചെവിക്കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആലോചന നല്ല, നമ്മുടെ ദൈവകൃപ നല്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയെ അനുസരിക്കാതെ നമ്മൾ നടന്നാൽ, നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനനുസരണമായി പോയില്ലെങ്കിൽ, ദൈവീയ ആലോചനയ്ക്ക് അനുസരണമായി തീരുന്നതിൽ നമ്മുടെ ആലോചന മറ്റുള്ളവർ അംഗീകരിക്കത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാനത്തോടെ ഒരു മനുഷ്യൻ വിവേകഹീനൻ തന്റെ വിവേകത്തിൽ താൻ പ്രവർത്തിച്ചപ്പോൾ താൻ എന്തോ ഈ ഭൂമിയിൽ നിന്ന് മൃഗത്തെ പോലെ നശിച്ചു പോകുന്നതിനായി തീരുമാനിച്ചു. കാരണം അന്ന് വരെ വലിയ പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം തന്റെ വിവേകം ഇല്ലായ്മ കൊണ്ട് താൻ നശിച്ചു പോകുന്ന ഇടയായി തീരുവാനിടയായി തീർന്നു. അതിന്റെ 7ഉം 8ഉം ഈ സംഗ്രഹത്തിന്റെ 7ഉം 8ഉം വാക്യം വായിക്കുമ്പോൾ അതിന്റെ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില അത് ഒരു വിലയേറിയത്, അതൊരു നാളും സാധിക്കയില്ല. ഇവിടെ പറയുന്നു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയാകുന്നു, അതൊരു നാളും സാധിക്കില്ല. കാരണം സഹോദരന് വേണ്ടി ശവക്കുഴി കാണാതെ ജീവിക്കാൻ വേണ്ടി അവന്റെ പ്രാണന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ഈ ഭൂമിയിലെ സകല വ്യക്തികൾക്കും, ഈ ഭൂമിയിലുള്ളവർക്ക് ആർക്കും നമ്മുടെ പ്രാണന്റെ വില കൊടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ പ്രാണന്റെ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് എല്ലാരും പറയും, പക്ഷെ ഞങ്ങളെ വീണ്ടെടുക്കാം, ഞങ്ങൾ രക്ഷിക്കാം, സഹായിക്കാം എന്ന് പറയുമെങ്കിലും നമുക്ക് വേണ്ടി പ്രാണനെ തന്ന്, നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ സകല പാപത്തിന് അതീതനായി തീർന്ന് നമ്മൾ നിത്യ അഗ്നിക്ക് നരകത്തിന് യോഗ്യനായി തീർന്നവരെ കർത്താവായ യേശു ക്രിസ്തു താൻ വന്ന് ദേവേശത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് തന്റെ യാഗത്തോടുകൂടെ നമ്മുടെ മരണവും നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്ന് അവൻ നമ്മളെ വീണ്ടെടുപ്പ് വില കൊടുത്തു. ഈ വീണ്ടെടുപ്പ് വില മനുഷ്യർക്ക് ആർക്കും കൊടുക്കാനില്ല. നമ്മുടെ നശിച്ചു പോകുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെയോ നമ്മുടെ വ്യക്തികളെയോ നമുക്ക് നേടുവാൻ കർത്താവിൽ കൂടെ അല്ലാതെ ഒരു മാർഗമില്ല. യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് നാം നശിക്കുന്ന ജീവനക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഈ രക്ഷയിലേക്ക് തിരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. നശിച്ചു പോകുന്ന ജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ നമ്മൾ ക്രിസ്തുവിലേക്ക് നേടുക. കാരണം അവർക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ഈ ഭൂമിയിലെ പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അവയ്ക്കൊന്നും കഴിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം തന്ന് വീണ്ടെടുത്തെങ്കിൽ ആ രക്തത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച് കാരണം നമ്മുടെ വീണ്ടെടുപ്പ് വില വലുതായതുകൊണ്ട് അത് ഒരിക്കലും ഒരു നാളും ആരെ കൊണ്ട് കൊടുത്ത് സാധിക്കും. ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വില. അത് കൊടുക്കാൻ ഒരു മനുഷ്യരും കഴിയത്തില്ല. അത് കൊടുക്കാൻ വേണ്ടി ദൈവമായ കർത്താവിന്റെ രക്തം നമ്മൾക്കായി ഒഴുക്കിയുണ്ട്. ആ വീണ്ടെടുപ്പ് വിലയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ നശിച്ചു പോകാതെ
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വീണ്ടെടുത്ത ആ വില മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ കൽപ്പന പെടാത്തവർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചില്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് വില ദൈവം കൊടുത്തത് നമ്മുടെ ജീവിതത്തിൽ അത് എത്തിച്ചേരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, വന്ന് കേട്ട് എന്റെ വചനങ്ങളെ സകല ജാതികളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊണ്ട് എന്റെ കർത്താവിന്റെ വചനം അനുസരിച്ച് കർത്താവിന്റെ കൃപയിൽ മുന്നേറിയില്ലെങ്കിൽ നമ്മൾ പല ദൈവത്തിന്റെ കൽപ്പനയെ വിശ്വസിച്ച് മുന്നേറിയില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വീണ്ടെടുപ്പ് പ്രാണന്റെ വീണ്ടെടുപ്പ് വില അത് നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസവും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വചനപ്രകാരം നമ്മൾ ഈ നാശത്തിലേക്ക് പോകാം. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി നശിച്ചു പോകുന്ന മൃഗക്ക് തുല്യനായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു. 49-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യം വായിക്കുന്നു. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. കണ്ടോ, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഈ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകനായി നശിച്ചു പോകുന്ന സ്ഥാനത്ത് എങ്കിലും ഒരു ദൈവത്തിന്റെ മക്കളെ എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. കാരണം നമ്മുടെ പ്രാണനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കോ ഒരു സഹ കൂട്ടുകാർക്കോ അപ്പനോ അമ്മയ്ക്കോ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ വീണ്ടെടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നമ്മൾ ആ വീണ്ടെടുപ്പിന്റെ വില, നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയാതെ കൊണ്ടാണ് എങ്കിലും ദൈവം എന്റെ പ്രാണനെ, കാരണം പാതാളത്തിൽ പോകുന്ന ഒരു കൂട്ടരെ പറ്റി നമ്മൾ പറഞ്ഞു, മാനത്തോടെ മനുഷ്യൻ വിവേകനായി നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം, നശിച്ചു പോയ മൃഗത്തിന് തുല്യമായ മനുഷ്യർ പാതാളത്തിലേക്ക് തിരിയുമ്പോൾ, പക്ഷെ നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവസന്നിധി സമർപ്പണത്തോടെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മുന്നേറിക്കൊണ്ട് ഈ വചനത്തിൽ വിശ്വസിക്കും. സങ്കീർത്തനക്കാരൻ സകല ജാതികളുമായി ഇത് കേൾപ്പി, സകല ഭൂവാസികളുമായി ചെവിക്കൊണ്ട് ദൈവത്തിന്റെ വചന സങ്കീർത്തനക്കാരന്റെ അവസ്ഥ പറയുന്നു. ആ അവസ്ഥ പ്രകാരം അവർ കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു 17-ാമത്തെ വാക്യം തൊട്ട്, അവൻ മരിക്കുമ്പോൾ ഇതൊന്നും ഓരോരുത്തരുടെ കാര്യം പറയുന്നുണ്ട്. ഇവൻ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല, അതിനെ പിൻചെല്ലുകയില്ല. അങ്ങനെ പറഞ്ഞു, അവൻ ജീവനൊഴിഞ്ഞു താൻ ഭാഗ്യവാൻ എന്നൊക്കെ പറയും. കാരണം മാനത്തോട്ട് മനുഷ്യൻ ഭാഗ്യവാനായിരിക്കുമ്പോൾ, നന്മയുള്ളവനായി തീരുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയണം. പക്ഷെ അവിടെ പറയും 19-ാമത്തെ പറയുന്നു, അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും, അവർ ഒരു നാളും വെളിച്ചം കാണില്ല. തന്റെ ഏത് പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. കാരണം ചിലരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും പോയ വഴി പോയാൽ മതി. അതല്ല പറയുന്നത്. കർത്താവ് പറയുന്നത് അപ്പച്ചനും അമ്മച്ചും ഇല്ല. പിതാക്കന്മാർ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാവാണ്. ആ പിതാക്കന്മാരുടെ കൽപ്പന പ്രമാണിച്ച്, നമ്മുടെ പിതാക്കന്മാർ എതിരെ പോയി എന്നുള്ളതല്ല, അവരുടെ പാത വിറ്റം തൊട്ടാതെ കർത്താവിന്റെ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ പാതകൾ പിൻപറ്റി ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മുന്നേറിയില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം വിവേകത്തോടും അവന്റെ കൽപ്പനയെ പ്രമാണിച്ചില്ലെങ്കിൽ, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്പസമയമേ ഉള്ളൂ. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രഭാതകാലം. ഇപ്പോൾ നമ്മൾ മനം തിരിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. മരണം നമ്മുടെ മുന്നിൽ ഏത് സമയമുണ്ട്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് രക്ഷാ സമയം തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രാണനെ പാതാളത്തിൽ കരയേറ്റുവാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ നാം സമർപ്പണത്തോടെ ആയി തീരുമെങ്കിൽ, ദൈവസങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ നമ്മളെ ഇവിടെ 5-ാമത്തെ പറയുന്നു, എങ്കിലും എന്റെ പ്രാണനെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. പാതാളത്തിന്റെ അധികാരത്തിൽ വീണ്ടെടുക്കാനുള്ള ദൈവസന്നിധി സമർപ്പണത്തോടെ ആയിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വൻ ക്രിയകളെ ചെയ്യുവാൻ ഇടയായി തീരുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവനോട് ചെന്ന് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും കർത്താവിന്റെ കൽപ്പനയെ പ്രമാണിക്കാതെ, കർത്താവിന്റെ വചനത്തെ പ്രമാണിക്കാതെ, തന്റെ പിതാക്കന്മാരോട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വഴികൾ പ്രമാണിക്കാതെ, പൂർവ്വ പിതാക്കന്മാരുടെ പാതയിൽ പോകാതെ, കർത്താവിന്റെ വചനം അനുസരിക്കാതെ ആരുമായിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറഞ്ഞു, ഇപ്പോഴാണ് സുപ്രസാദകാലം. ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഇപ്പൊ വന്ന് കേട്ട് ദൈവസന്നിധിയിൽ മനം തിരിവാൻ നമ്മളെ ഉപദേശിക്കുകയാണ്. ഈ വചനങ്ങളായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ സംഗീത പ്രവർത്തനം വിരമിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിക്കുവാൻ പ്രിയ ആര്യയെയും അത് പ്രബോധിപ്പിക്കുവാൻ ജെഫിൻ ബ്രദറിനെയും കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രണ്ടുപേരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനായി സമയങ്ങളെ വേർതിരിക്കാം. അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആദ്യമായി നമുക്ക് സൂം മീറ്റിങ്ങിനെ വഹിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചോട്ടെ. കുടുംബങ്ങളെ വഹിച്ചു പ്രാർത്ഥിക്കും.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണയുള്ള തമ്പുരാനെ, പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പച്ച, തിരുനാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സന്ധ്യായാമത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ സൂം മീറ്റിംഗിനായി സ്തോത്രം ചെയ്യുന്ന, ഈ സൂമിനെ സമ്പൂർണ്ണമായി ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ആന്റിക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പാട്ടുപാടിയ ഹല്ലേലൂയ മാതാവിനെ ഏൽപ്പിക്കുന്നു, പൈതലിനെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സങ്കീർത്തനം വായിച്ച് പൈതലിനെ ഏൽപ്പിക്കുന്നു, പ്രബോധിച്ച ബ്രദറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഇന്ന് ഞങ്ങളുടെ മുൻപിൽ മെസ്സേജ് പറയുവാൻ വന്ന ഹല്ലേലൂയ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്ന ശക്തമായി ദൈവം ഉപയോഗിക്കുമാറാകണം കർത്താവെ. ഇത് ലീഡ് ചെയ്യുന്ന തന്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഓരോ കുടുംബങ്ങളെ ദൈവകരത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ നടക്കണം കർത്താവെ. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സകല വിഷയവുമായി പൊന്നു തമ്പുരാന്റെ പാദവീടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നടക്കണം കർത്താവെ. ശത്രു ഞങ്ങളെ തൊടുവാൻ ദൈവം സമ്മതിക്കല്ല കർത്താവെ. യേശുപ്പിച്ച ഓരോ കുടുംബത്തിന്റെ അവസ്ഥയും ദൈവം അറിയുമാറാകണം കർത്താവെ. അടിയൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം അറിഞ്ഞ് കർത്താവിന്റെ കരം ആ കുടുംബത്തിന്റെ മേൽ ചലിക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. നെറ്റിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കരണ്ടിനെ ഏൽപ്പിക്കുന്നു കർത്താവെ. മെസ്സേജ് പറയുമ്പോൾ ആർക്കും ഒരു തടസ്സം വരരുത് കർത്താവ്. ശത്രു ആയവനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്യുന്നു കർത്താവെ. തന്റെ അഭിഷിക്തന്റെ നാവോടുകൂടെ ഇരിക്കുന്ന കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടുന്ന മന്ന നിറച്ചു തരണം ഇന്ന്. ഹല്ലേലൂയ കർത്താവെ, ഒന്നുമില്ലാതെ കാലിയായി വന്നിരിക്കുന്നു നിറഞ്ഞവരായി കടന്നു പോകുവാൻ ദൈവം സഹായിക്കണം. ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് അതിന്റെ മേൽ വാഴുവാനുള്ള ഒരു കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടണം കർത്താവെ. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കണം കർത്താവെ. യേശു കർത്താവിന്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തേജസ്സാകുന്ന മുഖം നോക്കി യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പച്ച സഹായിക്കണം. വീണ്ടും ഞങ്ങള് ഹല്ലേലൂയ കർത്താവെ എല്ലാവരും ഒന്നുകൂടെ ദൈവകരത്തിൽ ഒരുമിച്ച് കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവെ, അങ്ങില്ലാത്ത ഒന്നും വേണ്ട, ബുദ്ധിയിലല്ല. ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടേതാകുന്നു, അഭിഷിക്തൻ അങ്ങയുടേതാകുന്നു, വചനം അങ്ങയുടേതാകുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല കർത്താവെ. പരിശുദ്ധാത്മാവ് ആദ്യം മുതൽ അവസാനം വരെയും നിയന്ത്രിക്കുമാറാകണം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ ഈ സൂമിനെ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളോ കുറവുകളോ ഒന്നും കർത്താവെ പ്രാർത്ഥനയ്ക്ക് കണക്കിടരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട് മറുപടി വന്നിരിക്കുക. സ്തോത്രം യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ. മീൻ അമീൻ. പ്രാർത്ഥിച്ച ആശിസിസ്റ്ററിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് അതിനെ ശുശ്രൂഷിച്ചിട്ട് കടന്നുപോയവരും ഇപ്പോഴുള്ളവരുമായ എല്ലാ അഭിഷിക്തന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ബ്ലസ്സി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ഈ സൂമിൽ കർത്താവ് ഇതുവരെ ശുശ്രൂഷിച്ച എല്ലാ ദേവദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കുന്നവരാണ്. ശക്തിയോടെ ഓരോരുത്തരെ ഉപയോഗിച്ചാട്ടെ അപ്പ. വിളിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് ഏൽപ്പിച്ച താളെന്ന വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ അപ്പ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന പിതാവേ. കർത്താവെ, പ്രത്യേകിച്ച് വടക്കേം ജയിലൊക്കെയും അനേക കർത്താവെ മിനിസ്ട്രിയുടെ ഇതിലൊക്കെയും കർത്താവിനെ എതിരായിട്ടൊക്കെയും ഒത്തിരി പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളായിരിക്കും. സ്വർഗമേ, കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കട്ടെ കർത്താവെ. വലിയൊരു ഉണർവ് അവിടെ വ്യാപരിക്കട്ടെ പിതാവയുടെ ശുശ്രൂഷയും വിദാസന്മാരെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവെ. ദൈവവചനത്തിനോ ബന്ധനമില്ല എങ്കിൽ കർത്താവെ, അനേക അന്ത്യകാലത്ത് കർത്താവെ കർത്താവ് അനേക ജാതികൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട അപ്പ വലിയൊരു ഉണർവ് ഇന്ത്യയുടെ മേൽ വ്യാപരിക്കട്ടെ പിതാവെ. അടിയങ്ങളായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവെ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണം പിതാവെ. മഹത്വം അങ്ങേക്ക് നൽകുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മീൻ പ്രാർത്ഥിച്ച ബ്ലെസ്സിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ ഗ്രേസി പ്രാർത്ഥിച്ചാട്ടെ.
സുശീലാമ്മ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ പിതാവേ ഒരു പ്രാവശ്യം കൂടി എൻ്റെ പിതാവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കിട്ടിയ ഈ ഭാഗ്യ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അപ്പായെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്ര. പ്രിയദാസിയിൽ കൂടി കേട്ട ദൈവമേ, വിഷയങ്ങളൊക്കെയും സമസ്ത വിഷയങ്ങളെയും എൻ്റെ പിതാവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് നിങ്ങൾ ഐക്യമധ്യപ്പെട്ട് ചോദിക്കുന്ന വിഷയത്തിന് മറുപടി തരാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവേ, സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും പിതാവേ, ഞങ്ങളെ രക്ഷിപ്പാൻ അങ്ങയുടെ കരമല്ലാതെ മറ്റൊരിടം ഞങ്ങൾക്കില്ലപ്പ. ആശയില്ല, ആശ്രയമില്ല കർത്താവേ. നീ മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുത്, യഹോവയിൽ ആശ്രയിച്ചുകൊള്ളുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, എൻ്റെ പിതാവിൽ ആശ്രയിച്ചുകൊള്ളുക എന്ന അങ്ങയുടെ വചനപ്രകാരം കർത്താവേ, ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും പിതാവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊരു മറുപടി കണ്ട് സന്തോഷിക്കുവാൻ കർത്താവേ, അത്ഭുത സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ നന്ദിയപ്പ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവമേ, അങ്ങ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവേ യേശുവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളൊന്നും ഒരു നാളും മറക്കരുതെന്ന് അരുളി ചെയ്ത കർത്താവേ, എൻ്റെ അപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളും നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ അപ്പായുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ കർത്താവെ, തക്കതായ തുണകൾ ലഭിക്കാതെ സാമ്പത്തികമില്ലാതെ വലയുന്ന അനേക കുടുംബങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. അവിടുന്ന് ഒന്ന് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീ കണ്ണുനീർ മറികടന്നു പോകുന്ന ദൈവമല്ലല്ലോ കർത്താവെ. ചതഞ്ഞോടെ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ കർത്താവെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ കർത്താവെ, ഹൃദയ നുറുക്കത്തോടെ വിറയലാർന്ന കരങ്ങളോടെ ഭയഭക്തിയോടെ അപ്പാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളുമായി അപ്പാ ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവ് യേശുവേ. നന്ദി അപ്പാ, നന്ദി പിതാവേ. നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന് എൻ്റെ അപ്പായുടെ വചനമാണല്ലോ കർത്താവെ. ഞാൻ പിതാവിനും പിതാവിനിലും ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് എൻ്റെ അപ്പായുടെ വചനം പറയുന്നുണ്ടല്ലോ കർത്താവ് യേശുവേ. നന്ദി അപ്പാ. രോഗികളായി ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട് കർത്താവെ. രോഗത്തിന് ചികിത്സിക്കാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ഈ ഭൂമിയിൽ കൊടുക്കുന്ന ആയുസ് കർത്താവെ, അവർ നരകയാതന അനുഭവിക്കാൻ ഇടവരാതെ കണ്ണം കർത്താവെ, എൻ്റെ അപ്പായുടെ പക്കൽ രോഗസൗഖ്യമുണ്ടല്ലോ കർത്താവെ. അങ്ങ് രോഗിയുടെ കിടക്കയെ മാറ്റി വിരിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. സാക്ഷാൽ ഞാൻ നിന്റെ വ്യാധികളെ ചുമന്ന് നിന്റെ രോഗങ്ങളെ വഹിച്ച് എൻ്റെ അടിപ്പിണരാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം കൽപ്പിച്ച ദൈവം കർത്താവെ. മരുന്നിനേക്കാൾ ലേപനത്തെക്കാൾ എല്ലാം ഉപരി കർത്താവെ, അപ്പയുടെ അടിപ്പിണരാൽ അങ്ങയുടെ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എൻ്റെ യഹോവയ്ക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ കർത്താവെ? എൻ്റെ അപ്പയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ കർത്താവേ? യേശുവേ നന്ദി അപ്പാ, നന്ദി പിതാവേ. ഹാലലുയ. ദൈവമേ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ആ ചെവി മന്ദമായിട്ടുമില്ലപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഈ കർമ്മേൽ ഗ്രൂപ്പിൽ കർത്താവെ ഞങ്ങൾ ഒരു മനപ്പെട്ട ഐക്യമത്യത്തോടെ അനേക വിഷയങ്ങൾ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട് കർത്താവെ. അവിടുന്ന് കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേശമെമ്പാടും എല്ലാ ദേശത്തെയും ഞങ്ങൾ അപ്പായുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഈ കേരളത്തിൻ്റെ 14 ജില്ലകളെയും എൻ്റെ അപ്പായുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുവാൻ സ്വർഗം ഇടയാക്കല്ലേ അപ്പാ. പ്രകൃതിക്ഷോഭങ്ങളാൽ അനേകർ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് കഷ്ടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നല്ലോ കർത്താവെ. അങ്ങയുടെ സൃഷ്ടികളായ മക്കളെ രക്ഷിപ്പാൻ എൻ്റെ അപ്പായ്ക്ക് കഴിയും കർത്താവെ. പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ അങ്ങൊരുവൻ മാത്രമാണ് കർത്താവെ. സകല അധികാരങ്ങളും വാഴ്ചകളും എൻ്റെ അപ്പായുടെ കരങ്ങളിൽ മാത്രമാണ് കർത്താവെ. ആർത്തിരമ്പുന്ന കടലിനോട് ഒരു വാക്ക് കൽപ്പിച്ചാൽ കടലും കരയും എൻ്റെ അപ്പായെ അനുസരിക്കുമെങ്കിൽ കർത്താവെ, അവിടുന്ന് ഒരു വാക്ക് അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ലോകമെമ്പാടും കർത്താവെ ദൈവവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ഭവനങ്ങളെ എല്ലാം എൻ്റെ അപ്പായുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ നാമത്തിൽ അവരനുഭവിക്കുന്ന പീഡകളെ ഒന്ന് ഓർക്കണമേ അപ്പാ. യാതൊരു തെറ്റും ചെയ്യാതെ ജയിലറയിൽ കഴിയുന്നവരുണ്ട് കർത്താവെ. വിടുവിച്ചെടുക്കുവാൻ എൻ്റെ അപ്പ ശക്തനാണല്ലോ കർത്താവെ. പത്രോസും ശീലാസും കാരാഗ്രഹത്തിലായപ്പോൾ എൻ്റെ അപ്പായ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ കർത്താവെ, സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ടതുപോലെ കർത്താവെ, ഈ കർമ്മൽ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട ഐക്യമത്യത്തോടെ എൻ്റെ അപ്പായോട് യാചിക്കുന്ന വിഷയങ്ങളുടെ മേലെ അത്ഭുതകരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധ വിഷയങ്ങളുമായി, വിവിധ ഭാരങ്ങളുമായി കർത്താവെ ആയിരിക്കുന്ന ഈ കുടുംബങ്ങളെല്ലാം എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ വിഷയം എന്ത് തന്നെയായാലും കർത്താവെ, എൻ്റെ അപ്പായ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവെ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കിയ ദൈവമാണ് നീ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ വലിയവനായ ദൈവം ഞങ്ങളുടെ യാചനയുടെ ശബ്ദം കേട്ട് കർത്താവെ ഞങ്ങൾക്ക് മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ആരും പൂർണ്ണരല്ല കർത്താവെ. വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് ഞങ്ങളിൽ വ്യസനത്തിന്റെ മാർഗങ്ങളുണ്ടോ എന്ന് നോക്കി ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ കർത്താവെ. ഞങ്ങളുടെ കുറവുകളൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തിനൊരു തടസ്സമാകുവാൻ എൻ്റെ അപ്പ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെ യഹോവ അകൃത്യങ്ങളെ കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവെ. ഞങ്ങൾ അതിലൊരംഗമായി തീരുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിനങ്ങളും എൻ്റെ അപ്പായ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ കർത്താവെ, അപ്പയുടെ വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപയും സമാധാനവും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാറ്റിനും അടിസ്ഥാനം എൻ്റെ അപ്പായുടെ കൃപയാണ് കർത്താവെ. എൻ്റെ അപ്പായുടെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല, ഏതുമില്ല കർത്താവെ. ഞങ്ങൾ സീറോയാണ് അപ്പാ. അങ്ങനെ ഇടവരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആമീൻ ആമീൻ. പ്രാർത്ഥിച്ച സുശീല കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കാൻ? ആർക്കും വിഷയങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ലോകരാജ്യങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി പ്രണീത സിസ്റ്ററിനെ ദൈവനാമത്തിൽ എന്തോ എന്ത് പറയാൻ ലേഖ പറഞ്ഞോ. ഞാനേ ഹസ്ബൻഡിന്റെ മദ്യപാനം ഭയങ്കര, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഗ്രൂപ്പില് പുതുതായിട്ട് ചേർന്നായിരുന്നു. ലാസ്റ്റ് പാസ്റ്റർ പ്രാർത്ഥിക്കും കേട്ടോ. ശരി ശരി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞോ, അല്ല, പ്രാർത്ഥിക്കാനാ അമ്മാളാന്റി പറഞ്ഞു പ്രാർത്ഥിക്കാനാ. പ്രാർത്ഥിക്കേ. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തത്തങ്ങളെ വിശ്വസിന് വാക്കുമാറാത്ത നല്ല സ്വർഗ്ഗപിതാവേ, നല്ല രാത്രിയുടെ യാമത്തിനായി അങ്ങ് വാഴ്ത്തും സ്തുതിക്കുന്ന പച്ച. ഹല്ലേലൂയ. കഴിഞ്ഞ കാലം മുഴുവനും കർത്താവിന്റെ കൃപയും പരിപാലനവും ഒക്കെ അടിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തന്ന വൻകൃപയ്ക്കായി നന്ദി പറയുന്ന പച്ച. ഹല്ലേലൂയ. പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ ഒത്തൊരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്ന പച്ച. ഹല്ലേലൂയ. അപ്പാ അടിയാട്ടെ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്ന കർത്താവെ, കുറവുള്ള ബലങ്ങളൊക്കെ അവിടുന്ന് ക്ഷമിക്കണേ അപ്പാ. ക്ഷമിച്ച് ഞങ്ങൾ തിരുപുണ്യ രക്തത്താൽ അവിടുന്ന് കഴുകുമാറാണ് കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അപ്പാ അടിയങ്ങളെ ഹല്ലേലൂയ ഇന്ത്യ ഓർത്ത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണപ്പാ. സുവിശേഷം പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരുണ്ടപ്പാ. ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരെത്രയും മോചിതരായി തീരുവാൻ ദൈവം സഹായിക്കണേ. അവർക്ക് വിരോധമായ കേസുകളൊക്കെ കൊടുക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവെ സത്യദൈവത്തിലേക്ക് അടുത്തു വരാൻ സ്വർഗം സഹായിക്കണപ്പാ. ഹല്ലേലൂയ. വടക്കേന്റെ പ്രദേശങ്ങൾ അനേകം മക്കൾ ഇനി യേശുവിനെ അറിയാത്തവരുണ്ടല്ലപ്പാ.
അവരൊക്കെ അറിയാൻ ഇടയായി തീരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകിച്ച് നിങ്ങളുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കർത്താവെ അതികഠിനമായി തീരുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവം സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തെ അവിടുന്ന് അനുഗ്രഹിക്കണേ അപ്പാ. ഹല്ലേലൂയ സ്തോത്രം. കേരളത്തിലെല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണേ, മാനിക്കണേ അപ്പാ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. മുസ്ലിം രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം മക്കൾ കർത്താവെ അങ്ങേ അറിയാത്തവരുണ്ട്. അവരൊക്കെ യേശുവിനെ അറിയാൻ ഇടയായി തീരണം കർത്താവെ. അങ്ങയുടെ വൈപ്രസ്ഥ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന അനേകം രാജ്യങ്ങളായിരിക്കും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരൊക്കെ അവിടുന്ന് സൂക്ഷിക്കണേ, പരിപാലിച്ചൊള്ളുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ അടിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അപ്പാ അടിയങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെ പ്രിയപ്പെട്ടവർ അയൽക്കാരൊക്കെ ഉണ്ട് അപ്പാ. ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് വരാത്തവര് അവരൊക്കെ വരുവാൻ ഇടയായി തീരുമാറാണേ എന്നുകൊണ്ട് അപേക്ഷിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോട് സ്തോത്രം കർത്താവെ. പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കാര്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണേ. കയറിയിരിക്കുന്ന എല്ലാ മക്കളെ ദൈവം അനുഗ്രഹിക്കണേ. ലീഡ് ചെയ്യുന്ന ദൈവാസിക്കായ സ്തോത്രം ദൈവം അനുഗ്രഹിക്കണേ. വചനമായ അടിയുടെ മധ്യ കടന്നു വരുന്ന ദൈവാസനായ സ്തോത്രം കർത്താവ്. വചനടിയാട്ടോട് സംസാരിക്കണേ, ഓരോ വ്യക്തിയോട് സംസാരിക്കണേ. വചനം കേട്ട് അനുഗ്രഹം പ്രായപ്പനടികളെല്ലാം ഒന്നുപോലെ അനുഗ്രഹിച്ചാട്ടെ. ഏഴേം കുടുംബത്തെ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാനും കേട്ടിക്കുക സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കും ദൈവത്തോന്നി ഉത്തരം വള്ളുമാറാണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാനും പാട്ടുകൾ പാടുവാൻ, പ്രാർത്ഥിക്കുവാന്, സങ്കീർത്തനം പ്രബോധിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. വിപാസിലെ ആദരവോടുകൂടെ സ്നേഹത്തില് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ എബിപാസ്റ്റർ ലാസ്റ്റ് പ്രാർത്ഥിച്ചോളും കേട്ടോ. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിലേക്ക് അടുത്തു വന്നവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി കാലത്തെ വചന കേൾവി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ അഭിഷക്തനെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി തിരക്കുകളുടെ മധ്യത്തിലൊക്കെയും കർത്താവിന്റെ വേലശയോടൊക്കെ ശുഷ്കാന്തിയോടെ കർത്താവെ ഓടുന്ന പ്രിയ മകനെ അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടയാക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ആയിരിക്കുന്ന രാജ്യത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുന്നു. ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. എല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. രാത്രികാലം വചനം സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ സംസാരിപ്പാൻ നീ പ്രിയമകനെ അവിടെ സഹായിക്കണം. പറയുന്ന വായും കേൾക്കുന്ന ചെവി ഒരുപോലെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും പ്രാണനെയും സന്ധിമജ്ജകളെ ആത്മാവിന്റെ ചേതനയും തുളച്ചേർന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഭയത്തോടെ വിറയലോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണം. നെറ്റിന്റെ യാതൊരു ഇഷ്യൂ ഉണ്ടാകല്ലേ, സാഹചര്യങ്ങളൊന്നും ആർക്കും പ്രതികൂലമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാ കുടുംബങ്ങളെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ നേർന്ന എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അവരോട് ഓരോരുത്തരോടും ഇടപെടുമാറാകണം. ഒരമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ മണ്ണിലിരുന്ന് നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് യാതൊരു മറുപടി തന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ആരോഗ്യവും സമാധാനവും നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വൈകിട്ട് ചില യാത്രകൾ ഉണ്ടായിരുന്നു. സ്തോത്രം.
ആമേൻ സ്തോത്രം. ഇന്നലെ വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ ഇവിടെ എന്താ പറയാ, ഇതില്ല, എയർ സർക്കുലേഷൻ. മീൻസ് ഇവിടെ എല്ലാം അടച്ചുപൂട്ടി. അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എല്ലാം ഇന്ത്യ വിട്ട് കഴിഞ്ഞാല് ഈ നമ്മൾ പാർക്കുന്ന സ്ഥലം എല്ലാം അടച്ചു പൂട്ടിയിട്ടേക്കുക. പിന്നെ ആകെ ഉള്ളത് AC ആണ്. സ്തോത്രം. ഈ പുറത്തെ ശുദ്ധവായു അകത്ത് വരത്തില്ല, എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. AC കേടായി പോയി. നന്നായിട്ടൊന്നും ഉറങ്ങുവാൻ സാധിച്ചില്ല. പ്രൈസ് ഗോഡ്. നല്ല ഇവിടുത്തെ മിക്ക ഭവനങ്ങളിലും ഫാനുകളില്ല, ഒറ്റ ഫാനേ കാണത്തുള്ളൂ. മെയിൻ ഹോളില് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഫാൻ, അത്രേ ഉള്ളൂ. സ്തോത്രം. പിന്നെ എന്തായാലും കർത്താവ് സഹായിച്ച് കർത്താവ് ഒരു ഉറക്കം തന്നു. ഞാൻ രാവിലെ എത്ര ക്ഷീണമാണെങ്കിൽ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് ക്ഷീണം കാരണം 10 മണിക്കാണ് തലയൊന്ന് പൊക്കാൻ സാധിച്ചത്. സ്തോത്രം. അപ്പോഴത്തേക്ക് നമ്മുടെ മീറ്റിംഗ് ആയി. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവിനെ ബലത്തോടെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ അല്ല കർത്താവിന്റെ വചനം സംസാരിക്കുന്നത്. കർത്താവിന്റെ സ്നേഹവും കൃപയും കൊണ്ടാണ്. പിന്നിൽ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അനേകര്. സ്തോത്ര കൃപയാൽ. ആമേൻ സ്തോത്രം. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടിനാൽ പല സൂം മീറ്റിംഗ് കിട്ടുന്നുണ്ട്. അവിടെ വളരെ കൊതിയോടെ ജനം നോക്കിയിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന അനേക മാതാക്കളെ എനിക്കറിയാം. സ്തോത്രം. നാട്ടിലും എൻ്റെ അനുഭവം അതായിരുന്നു. പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നത്. സ്തോത്രം. ഇന്ന് പകരം എൻ്റെ യേശു വലിയവ ചെയ്യും. സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനയോടിരുന്നാൽ യേശു വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ കർത്താവ് ചെയ്യട്ടെ. നമ്മുടെ പഠന വിഷയത്തിലെ പുതുതായിട്ട് വന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ലേഖ സിസ്റ്റർക്കായി സ്തുതിക്കുന്നു. ജെസ്സി സിസ്റ്ററെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഡീറ്റെയിൽ എനിക്കറിയത്തില്ല, കർത്താവിന് ഡീറ്റെയിൽ അറിയാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഓമന സിസ്റ്ററെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലേഖ പ്രസാദിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്തോത്രം. പുതുതായി കടന്നു വന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഈ പുതുതായിട്ട് വന്നവർക്ക് നമ്മള് കർത്താവിൽ പഠിക്കുന്നത് എന്താണെന്ന് അവർക്കൊരു ഗ്രാഹ്യം കിട്ടത്തില്ല. സ്തോത്രം. അതുകൊണ്ട് അവരുടെ അറിവിലേക്ക് പറയുകയാണ്. ലേഖ സിസ്റ്റർ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യേശു കർത്താവ് സന്ദർശിച്ച 8 വീടുണ്ട്. വിശുദ്ധ ബൈബിളില് യേശു കർത്താവ് സന്ദർശിച്ച 8 വീടുണ്ട്. ഞങ്ങൾ 7 വീട്ടിൽ പോയി കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ലേഖ സിസ്റ്ററുടെ ആശ്വാസത്തിന് വേണ്ടി നമ്മളിങ്ങനെ പഠിച്ചു പോകുക. ഇവ പുതുതായിട്ട് വന്നവരൊക്കെ ചിന്തിക്കുക, എന്തോ സംഭവം എന്തുവാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ്ട് പാസ്റ്റർ പറയുന്നു, സക്കായിയുടെ കാര്യം പറയുന്നു, എന്തോ സംഭവം എന്തുവാ ഇങ്ങനെ അറിയാതിരിക്കുന്നവരോടൊക്കെ പറയുകയാണ്. 8 വീട്ടിൽ കർത്താവ് പോയി. 8 അല്ല, 12 വീടുകളാണ് സ്തോത്രം പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് 8 വീടാണ്. ഞങ്ങൾ 7 വീട്ടിൽ കർത്താവിനോട് കൂടെ പോയി കേട്ടോ. സ്തോത്രം. ഇന്ന് 8ാമത്തെ വീടാ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ 8ാമത്തെ വീട് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. 8ാമത്തെ വീട് ലൂക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 38ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 38ാം വാക്യം. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. സ്തോത്രം. ഞാൻ വീണ്ടും ദൈവനാമത്തിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിനുള്ളിൽ ശുശ്രൂഷകരുണ്ട്. സ്തോത്രം. ശുശ്രൂഷക്കാരായി തീരുവാൻ ദൈവം കണ്ടവരുണ്ട്. അവരെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കണം. നിങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് ആധികാരികമായി അനേകരെ തീയൊന്ന് വലിച്ചെടുക്കണം. അപ്പോൾ ഈ പറയുന്ന പഠന വിഷയങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അതൊരു നോട്ടായിട്ട് എടുക്കുക ചെയ്യാം. നല്ലപോലെ പ്രസംഗിക്കുക. എത്ര പ്രസംഗിച്ചാലും തീരാത്ത ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിരണ സഭയിൽ ഇരിക്കുന്ന സമയത്ത്
നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് പോലെ സങ്കീർത്തനം 1 മുതൽ 150 വരെ ഇങ്ങനെ എത്ര നാൾ അവിടെ ഇരിക്കുമോ അത്ര നാളും അങ്ങനെ ക്രമമായിട്ടാ സങ്കീർത്തന വായന. അതിൽ 1-ാം സങ്കീർത്തനം എടുത്തു, സ്തോത്രം. അടുത്ത ആഴ്ചയായപ്പോൾ വീണ്ടും 1-ാം സങ്കീർത്തനം എടുത്തു. അതിന്റെ അടുത്ത ഞായറാഴ്ച വീണ്ടും 1-ാം സങ്കീർത്തനം എടുത്തു, സ്തോത്രം. ഞാൻ കരുതി വിശ്വാസികൾ പറയും ഭാഷക്ക് വേറെ പണിയൊന്നും ഇല്ല, ഈ 1-ാം സങ്കീർത്തനം തന്നെയാണോ എന്നും. ആരും ഒന്നും മിണ്ടിയില്ല, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു 1.5 മാസം 1-ാം സങ്കീർത്തനം തന്നെ പഠിപ്പിച്ചു. എനിക്ക് തോന്നി ജനത്തിനൊരു ബുദ്ധിമുട്ടാകല്ലോ എന്ന് കരുതി 2-ാം സങ്കീർത്തനത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ അവര് പറയുക, പക്ഷേ 1-ാം സങ്കീർത്തനം ഇനി ഒന്നും ഇല്ലയോ, വേറെ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ ആമേ സ്തോത്രം. ഞാൻ ഈ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം സംസാരിക്കാൻ പറ്റും. കേട്ടോ ആശയാന്റി? ചിലപ്പോൾ സ്തോത്രം ഈ എങ്ങനെ പ്രസംഗിക്കണം എന്ന് അറിയാൻ വയ്യാത്തവരൊക്കെ ചിന്തിക്കും, എവിടത്തോട് എന്ത് സംസാരിക്കും? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യത്തിൽ തന്നെ എക്സാമ്പിൾ, ഇടയൻ, യഹോവ എന്റെ ഇടയനാകുന്നു. ആ ഒരു ഇടയൻ എന്നുള്ള സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാല് ഇടയന്റെ ജോലി 12. ആ 6 ടൈപ്പ് ഇടയന്മാര്, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ കിടപ്പുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് നിന്റെ നാവാക്കി തീർക്കണമേ എന്ന് നമ്മളൊന്ന് സമർപ്പിച്ചാൽ മാത്രം മതി. ദൈവം വാരിക്കോരി ആലോചനകളെ തരും. കേട്ടോ ഗ്രേസി ആന്റി? ദൈവമേ, എന്നെ അങ്ങയുടെ നാവാക്കി തീർക്കണമേ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ബ്ലസ്സിയൊക്കെ വലിയ താമസമില്ലാതെ ശുശ്രൂഷകൾ കയറും, പ്രവചന ശുശ്രൂഷകൾ കയറും. അതിനായി കഷ്ടതകളെല്ലാം, അതുകൂടാ ഇങ്ങനെ ഈ പ്രയാസങ്ങളെല്ലാം വന്നത്, സ്തോത്രം. പ്രവാചകിയാകും കേട്ടോ ബ്ലസ്സി, പ്രവാചകിയാകും, സ്തോത്രം. സത്യസന്ധമായി, ഞാൻ സ്നേഹത്തോടെ പറയുക, സത്യസന്ധമായിട്ട് അങ്ങ് നിന്നാ മതി, സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാന് സഹോദരിമാരോട് പറയുന്ന വിഷയം, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, വേറെ ആരെയും വിശ്വസിക്കരുത്, സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഈ സഹോദരിമാര് ബലഹീന പാത്രമായതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും പ്രവാചകൻ കൃപാവര ശുശ്രൂഷ കയറി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടംപോലെ പാസ്റ്റർമാര് വരും. അവര് തന്നെ കൊണ്ടുപോകുന്ന തെളിയിടുകയും ചെയ്യും, സ്തോത്രം. അതുകൊണ്ട് യഹോവയിൽ തന്നെ ആശ്രയിച്ച് മുന്നേറുക കേട്ടോ. പ്രവാചകിയാകും, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മള് 8-ാമത്തെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നു. മാർത്തയുടെയും മറിയയുടെയും വീടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തന്നെ എല്ലാവരും പറയും, ആ മാർത്ത ഞാനാണെന്ന്. നിങ്ങൾ പറയും, നിങ്ങൾ ഓരോരുത്തരും പറയും, ആ മറിയ ഞാനാണെന്ന്, സ്തോത്രം. പ്രൈസ് ഗോഡ്. അതായത് നിങ്ങളാണെന്ന് പറയും, പക്ഷേ ആ മാർത്ത ഞാനാണ്, പക്ഷെ ആ മറിയ ഞാനാണ്, സ്തോത്രം. ഇനിയും 42-ാം വാക്യം കൂടി വായിച്ചാട്ടെ. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. തുടങ്ങിയത് അങ്ങനെ, മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. എങ്ങനെ അവസാനിക്കുന്നത്? അതാരും അവളോട് അപഹരിക്കയില്ല, സ്തോത്രം. ഗ്രേസി ആന്റിക്കൊക്കെ ഒരു പോയിന്റ് കിട്ടിയല്ലോ, ആശ ആന്റിക്ക് പോയിന്റ് കിട്ടിയല്ലോ, സ്തോത്രം. ഹല്ലേലൂയ. AK-47 എടുത്ത് വെച്ചങ്ങ് അടുത്ത ഒരു സൂം മീറ്റിംഗ് കയറും ആശ ആന്റി ഇതൊക്കെ വെച്ചാൽ കാച്ചിക്കോണം, സ്തോത്രം. ധൈര്യത്തോടെ കാച്ചിക്കോണം, സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ ഒരു പോയിന്റ് മനസ്സിലായി. ഒരു വീട്ടിൽ യേശുവിനെ കൈക്കൊണ്ടാൽ, ഒരുവൻ യേശുവിനെ കൈക്കൊണ്ടാൽ, ആമേൻ, അവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? നല്ല അംശം, നല്ല അംശം, നല്ല അംശം. ശരി, ഓക്കെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭവനം യേശുവിനെ കൈക്കൊണ്ടാൽ ആ ഭവനത്തിന്റെ പ്രത്യേകത എന്താണ്? നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ കർത്താവിനെ സ്വീകരിച്ച ഭവനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചോദിക്കും, നിനക്ക് വേറെ എന്തിന്റെ കുറവായിരുന്നു? സ്തോത്രം. ഇവിടെ നിന്നാ പോരായിരുന്നോ? ഇവിടെ പള്ളിയില്ലായിരുന്നോ? എന്തോ ഇവിടെ കതിനാപിടി ഇല്ലായിരുന്നോ? സ്തോത്രം. ഇവിടെ എന്തിന്റെ കുഴപ്പമായിരുന്നു? സ്തോത്രം.
ഹല്ലേലൂയ. എന്തോ കാണാനാ പെന്തക്കോസിൽ പോയത്, എന്തോ കാണാനാ ഈ വേർപെട്ട് പോയത്. സ്തോത്രം. അവരോട് തിരുവചനം പറയുന്നു, നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, യേശു ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഭവനത്തെ നോക്കി യേശു പറയുകയാണ്, നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. ഇത് ഞാൻ പിന്നാലെ വിശദീകരിക്കാം, വേഗം ഞാൻ വിശദീകരിക്കാം. അടുത്ത പറയുന്നത്, അത് ആരും അവളോട് അപഹരിക്കയില്ല. ഇത് എല്ലാം ഇതിനകത്ത് കൂടുതലും സഹോദരിമാരാണ്. സഹോദരന്മാരോ ഞാൻ മാറ്റി നിർത്തുകയല്ല. സഹോദരിമാരോട് ഇത് സഹോദരിമാരുടെ ഒരു വീടാ. ഇപ്പൊ യേശു കയറുന്ന വീട് മാർത്തയുടെയും മറിയയുടെയും വീടെന്നാ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഇതിനൊരു പ്രാർത്ഥനയോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാപിച്ച നല്ല അംശം, നിങ്ങൾക്ക് കിട്ടിയ നല്ല ആലോചനകളെ ആരും അപഹരിക്കുകയില്ല. നിങ്ങൾക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളെ ആരും അപഹരിക്കുകയില്ല. നിങ്ങൾക്ക് കിട്ടിയ കുടുംബജീവിതത്തെ ആരും അപഹരിക്കുകയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ കുടുംബജീവിതത്തെ ആരും അപഹരിക്കുകയില്ല. ദൂത് പ്രാപിച്ചോ? ഊടാറാബാലാബ ശംധാനാബാലാബസ് ഏറ്റെടുത്തോ. നിങ്ങൾക്ക് കിട്ടിയ നല്ല വരുമാന മാർഗത്തെ ആരും അപഹരിക്കുകയില്ല. നിങ്ങൾക്ക് കിട്ടിയ ഇപ്പോഴത്തെ നല്ല രാജ്യത്ത് ആമിസ്തോത്ര പദവികളെ ആരും അപഹരിക്കുകയില്ല. നിങ്ങളുടെ ഭർത്താവിനെ ആരും അപഹരിക്കുകയില്ല. നിങ്ങളുടെ നല്ല ഭർത്താവിനെ, സ്തോത്രം. ലേഖ സിസ്റ്ററെ, സ്തോത്രം. അൺമ്യൂട്ടൊന്നും ആക്കണ്ട. സ്തോത്രം. കർത്താവ് പറയുന്നു, നല്ലവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപഹരിച്ചതാ കേട്ടോ. അപഹരിക്കാൻ നോക്കുക. വിടുതൽ പ്രാപിച്ചു. സ്തോത്രം ചെയ്ത് യേശുവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ കരം കൊടുത്തോ. ആദ്യമായിട്ട് ലേഖയെ കാണുകയാണ്. അപഹരിക്കാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ, അദ്ദേഹത്തിന്റെ സമാധാനത്തെ. ചൂടാപാലാപ സന്തന. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുന്നു, യേശു ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞു. ലേഖസിസ്റ്ററുടെ വീട്ടിൽ യേശു വന്നു കഴിഞ്ഞു. ലേഖാപ്രസാദിന്റെ വീട്ടിൽ യേശു വന്നു. ഞാനത് കാണുന്നു. യേശു നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. യേശു ഒരു നല്ല അംശം നിങ്ങളുടെ വീട്ടിൽ ഇടുകയാ. ഒരു വലിയ സമാധാനം നിങ്ങളുടെ വീട്ടിൽ ഇടുകയാണ്. വലിയ സ്വസ്ഥത യേശു നിങ്ങളുടെ ഭവനത്തിൽ ഇടുകയാണ്. ആരും അത് അപഹരിക്കയില്ല കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ വീടിന്റെ സമാധാനത്തെ ആരും അപഹരിക്കയില്ല. യേശുവിന്റെ നാമത്തിലെ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നു. അതാനാബാന ഹംദർ ഖരാബറ ശുന രഗഷിയ ധൂലാബാര രഥേവേരെ ബൗഡൽബാര ശംധാരഖാരാബ അർദ്ധരഘടകസിയ. ഒരു വീണ്ടും വിചാരം അദ്ദേഹത്തിന് കർത്താവ് കൊടുക്കുന്നു. ഒരു സുബോധത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന് പകരുന്നു. അതാന സന്ധന ബടകൽത്തി രാജ വൈശംഖനാഥ റമൽഖമനക ജഗസിയാത. എല്ലാ സ്തോത്രം. ആ ഹൃദയത്തെ തെറ്റിലേക്ക് വശീകരിക്കുന്ന ദുഷ്ടാത്മാവിനെ അദ്ദേഹത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുകയാണ്. അർദ്ധുല റമാന ധീമനാഥുലാജ ബൗഡൽ പ്രമാണക സന്ധനെ ജഗശസി. അപ്പൊ നമുക്ക് വരാം. സ്തോത്രം. ആദ്യമേ ഞാൻ ദൈവാലോചന പറയട്ടെ. കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവന് നല്ല അംശം കിട്ടിയിരിക്കുന്നു. യേശു ഒരു ഭവനത്തിൽ വന്നാൽ ആ ഭവനത്തിന് നല്ല ഓഹരി കിട്ടിയിരിക്കുന്നു. ആരും അപഹരിക്കുകയില്ല. നമ്മുടെ ജീവിതമൊക്കെ നന്നായത് യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടല്ലേ? നമ്മുടെ ജീവിതം പുഷ്ടിപ്പെട്ടത് യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടല്ലേ? നമ്മുടെ ദുഃഖങ്ങൾ മാറിയത്, നമുക്ക് സന്തോഷം കിട്ടിയത് യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടിയ സന്തോഷത്തെ ആരും അപഹരിക്കത്തില്ല. സ്തോത്രം. ജെസി ആന്റി, ആ സന്തോഷത്തെ ആരും അപഹരിക്കത്തില്ല. ആ കർത്താവ് നൽകിയ സമാധാനത്തെ ആർക്കും അപഹരിക്കാൻ പറ്റുകയില്ല. നമുക്ക് വേഗം ഈ വിഷയങ്ങളെ പഠിക്കാം. സ്തോത്രം. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇഷ്ടം ആരെയാണെന്നറിയാമോ? മറിയയാണ്. സ്തോത്രക്കാരി എന്താ പറയുന്നത്? മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവർക്കും മറിയ ഇഷ്ടം. പക്ഷെ ആരാ കൈക്കൊണ്ടത്? മാർത്തയാ കേട്ടോ. സ്തോത്രം. മാർത്തയെ കുറിച്ച് ആരും വചനത്തിൽ കൂടി സംസാരിക്കാറില്ല. കാര്യം മാർത്ത പറഞ്ഞാണ്, ഞാനിവിടെ കിച്ചണിൽ ഇരിക്കുകയാണ്, മറ്റേത് മറിച്ചാന്നൊക്കെ. അങ്ങനെ ഒരു മാർത്തയാ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ കൈക്കൊണ്ടത് ആരെന്നറിയാമോ? മാർത്തയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാൻ ചിലർ മിടുക്കന്മാരാ. പക്ഷെ ഞാൻ ഈ മാർത്തയുടെ സൈഡിൽ നിൽക്കുക. സ്തോത്രം. യേശുവിന്റെ പാദപീഠത്തെങ്കിലും ഇരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്. സ്തോത്രം. പ്രൈസ്. ഇന്ന് രാത്രി വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലെങ്കിലും യേശുവിനെ കൈക്കൊണ്ടൊരു മാർത്തയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് മറ്റു കഴിവുകളൊന്നും ഇല്ലെങ്കിലും, വചന വെളിപ്പാടില്ല, ഒന്നുമില്ല, പക്ഷെ കർത്താവിനെ സ്വീകരിപ്പാൻ ഒരു മനസ്സ് കാണിച്ചതാണ് ആ ഭവനത്തെ നന്മയിലേക്ക് നയിച്ചത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, they received Jesus. അവരാദ്യം ആ വീട്ടിൽ ചെയ്തത് എന്താണ്?
they received Jesus. കൈക്കൊണ്ടു. ഈ 7 ഭവനങ്ങളെ നമ്മൾ പഠിച്ചു. ഈ 7 ഭവനത്തിലും ഇങ്ങനെ ഒരു വാക്യം നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. വീട്ടിൽ വരികയാണെന്ന് യേശു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. യേശു വരണമേ എന്ന് പറഞ്ഞു, ഇങ്ങനെ. എന്നാൽ കൈക്കൊണ്ടു എന്നൊരു പദം, ആമേൻ സ്തോത്രം, വളരെ ചുരുക്കമാണ് യേശുവിനെ കൈക്കൊള്ളുക എന്നുള്ളത്. സ്തോത്രം. ദേ റിസീവ്ഡ് ജീസസ്. സ്തോത്രം. അപ്പൊ എന്താ റിസീവ്ഡ്? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമേ. ആമേൻ. എഴുതിയെടുക്കുന്നവരെ എഴുതിയെടുക്കുക. ആമേൻ സ്തോത്രം. 2 രീതിയിലുള്ളതായ കൈക്കൊള്ളുക. ആമേൻ സ്തോത്രം. ആ യൂസേജ്, ആ റിസീവ് എന്നുള്ളതായ ആ യൂസേജ് 2 രീതിയിലുണ്ട്. ഒന്ന്, ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട്, ഒരു സ്നേഹിതൻ എന്ന രീതിയിൽ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം വായിച്ച് സഹായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 45-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4:45. അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. അവനെ അംഗീകരിച്ചു. സ്തോത്രം. അംഗീകരിച്ചു. റിസീവ്ഡ്. സ്തോത്രം. അതിനുള്ള മൂലഭാഷ ഡെക്കോമായി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഡെക്കോമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഇവര് ആരാ? ഈ ഗലീലക്കാർ റിസീവ്ഡ് ജീസസ് ആൻഡ് വെൽക്കം ഹിം ആസ് എ ഫ്രണ്ട്. ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചതുപോലെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ ഗലീല എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിന് ചെയ്തതൊക്കെ കണ്ടതുകൊണ്ട്. ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം കൊണ്ടല്ല, ദൈവമാണെന്നുള്ള വിശ്വാസം കൊണ്ടല്ല, യേശു ചെയ്തതായ പെരുന്നാളിൽ ചെയ്തതൊക്കെ കർത്താവ് ചിലതൊക്കെ അവിടെ ചെയ്തു. അതുകൊണ്ട് അവനെ അംഗീകരിച്ചു ആസ് എ ഫ്രണ്ട്. അങ്ങനൊരു മൂലപദമാണ് ഈ അംഗീകരിച്ചു എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. ഡെക്കോമായി എന്നുള്ളതായ ഗ്രീക്ക് മൂലഭാഷ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആസ് എ ഫ്രണ്ട്. സ്തോത്രം. പ്രൈസ്. രണ്ടാമതൊന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 12-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കണ്ടോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. മറ്റൊരു വേദഭാഗം കൂടി വായിച്ച് സഹായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12:48. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എന്റെ വചനം കൈക്കൊള്ളാതെ. സ്തോത്രം. ഈ 2 വാക്യങ്ങൾക്കും കൊടുത്തിരിക്കുന്നതായ അർത്ഥം, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് ഏത് മൂലഭാഷയിൽ നടത്തിയിരിക്കുന്ന പറഞ്ഞാൽ ലാംബാനോ എന്ന ഒരു മൂലഭാഷയെന്നാണ് എടുത്തിരിക്കുന്നത്. സ്തോത്രം. മൂലഭാഷ ഇതിന്റെ മൂലഭാഷ. ഇന്ന് രാത്രി ഈ മൂലഭാഷയും ഗ്രീക്കും ഒക്കെ കേട്ട് നിങ്ങൾ അന്താള് ചിരിക്കണ്ട കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ലാംബാനൊന്നും ലിംബാനൊന്നും കേട്ടൊന്നും നിങ്ങൾ അതെന്തുവാന്നൊന്നും ചിന്തിക്കേണ്ട. സ്തോത്രം. അതൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു തരാം. പ്രൈസ് ഗോഡ്. അപ്പൊ ഒന്നാമത് യേശുവിനെ സ്വീകരിച്ച ആസ് എ ഫ്രണ്ട്. ചിലർക്ക് അങ്ങനെ ഒരു ഇരിക്കട്ടെ, എന്നോടൊന്നും തോന്നല്ലേ, പരുമല തിരുമേനി കൂടി ഇരിക്കട്ടെ, കർത്താവും കൂടി. എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തില് യേശുവും കൂടി ഇരിക്കട്ടെ. സ്തോത്രം. ഒരു നേരം പോക്കിന് വേണ്ടി, ഒരു കൂട്ടുകാരനെ പോലെ. സ്തോത്രം. പ്രത്യേകിച്ചൊന്നും ഇല്ല. വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ കർത്താവിനെയും കൂടി ഒന്ന് വിളിക്കാം. സ്തോത്രം. എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ നോ 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 അങ്ങനല്ല. എല്ലാവരുടെയും കൂട്ടത്തില് ഇരുത്താനുള്ളതല്ല. ആമേ പരമകാരുണ്യവാനായ അഖിലാണ്ടത്തിന്റെ ഉടയവനായ യേശു, ആമേ സ്തോത്രം, എല്ലാവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ആളല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. അറിയണം, എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരിക്കാനുള്ളതല്ല. നിങ്ങൾക്കെന്നല്ല, ആമേ സ്തോത്രം, യേശുവിനെ നന്നായിട്ട് അറിയാത്ത പലരും ഉണ്ട്.
ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട്, വെറൊരു സ്നേഹിതനല്ല, എല്ലാവരുടെയും കൂട്ടത്തിലിരുത്താനുള്ളവനല്ല. സ്തോത്രം. ഇവിടെ പറയുന്നത് ലാബാനോ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ അധികാരം ഏറ്റെടുക്കുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ ഏറ്റെടുക്കുന്നവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അധികാരത്തോടെ ഏറ്റെടുക്കുകയാണ്, അധികാരത്തോടെ. അത് സുവിശേഷത്തിലാണ്, അതെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം വായിച്ചതാണ് അവിടെ കാണുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. കണ്ടോ, ഇവിടെ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ പറയാണ് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ റിസീവ്ഡ്, ഈ കൈക്കൊള്ളുക. നമ്മൾ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമുക്കൊരു അധികാരം കിട്ടുകയോ. രാമൻ പറഞ്ഞേ, നിങ്ങളത് അവൻ മനസ്സ് തുറന്ന് വായിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ഇതൊരു അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒന്ന് ആമേൻ ടെക്കോമ അതൊരു ഫ്രണ്ട് ലൈക്ക് ഒരു സ്നേഹിതനെ പോലെ യേശുവിനെ കൈക്കൊള്ളുകയാണെങ്കിൽ, രണ്ടാമത് സ്തോത്രം, ആമേൻ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അധികാരം യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമുക്കൊരു അധികാരം ലഭിക്കുകയാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് വേദഭാഗങ്ങളും കൂടി നമുക്ക് വായിച്ച് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെ വേണം? സ്തോത്രം. ആമേൻ. ഇങ്ങനെ ടു ബിലീവ് ഇൻ ജീസസ്. ആമേൻ. ജീസസ് നെയിം ഈസ് ടു ബിലീവ് ഇൻ ഹിസ് അതോറിറ്റി ആൻഡ് പവർ റിസൾട്ടിങ് ഇൻ ഒബീഡിയൻസ്. സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അധികാരത്തിൽ, അവന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു? അനുസരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. മത്തായി സുവിശേഷം 28-ാം അധ്യായം, മത്തായിക്ക് എഴുതിയ സുവിശേഷം 28-ാം അധ്യായം, ആമേൻ, 18-ാം വാക്യം. യേശു യേശു അടുത്ത് ചെന്ന് വായിച്ചോ. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മതി. അതിനാൽ നിങ്ങൾ യേശു അടുത്ത് ചെന്ന്, ആമേൻ, സ്തോത്രം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവിനെ വിശ്വസിച്ച, കർത്താവിനെ കൈക്കൊണ്ടവരോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ, ഈ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ച, യേശുവിനെ സ്വീകരിച്ച, യേശുവിനെ കൈക്കൊണ്ട ശിഷ്യന്മാരുടെ അടുക്കൽ പറയുകയാണ്, എനിക്ക് എന്ത് നൽകപ്പെട്ടിരിക്കുന്നു? യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, നമ്മൾ ആരെയാ കൈക്കൊണ്ടിരിക്കുന്നത്? സകല അധികാരവും ഉള്ള യേശുവിനെ. ആമേൻ. അത് ആഴമായി ഇന്ന് നിങ്ങൾ ചിന്തിക്കണമേ. യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. ഒരാമേ പറഞ്ഞ ഇന്ന് ഈ ഗ്രൂപ്പിൽ അത്ഭുതം നടക്കാൻ പോവാണ്. ആമേൻ. നമ്മൾ ആരെയാ ഏറ്റെടുത്തത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചിരിക്കുന്ന യേശുവിനെ. വിശ്വസിക്കുക, അവന്റെ അതോറിറ്റിയിൽ വിശ്വസിക്കുക, അവന്റെ ശക്തിയിൽ വിശ്വസിക്കുക, അവന്റെ അധികാരത്തിൽ വിശ്വസിക്കുക, അവന്റെ അവിടുത്തെ ശക്തിയിൽ വിശ്വസിക്കുക. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, നമ്മൾ കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഉള്ളവനെയാ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഉള്ളവനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അർത്ഥാലായ കൊലോസ്യ ലേഖനം. സ്തോത്രം. പ്രൈസ് ഗോഡ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം, അതിന്റെ 17-ാം വാക്യം. കൊലോസ്യർക്ക് ലേഖനം 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. കണ്ടോ, എഴുതിയിരിക്കുന്ന എന്താണ്?
ആമേ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. ഏത് യേശുവിന്റെ നാമത്തിൽ? സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്താൽ, എന്ത് ചെയ്താലും സ്തോത്രം, അത് ഏത് നാമത്തിൽ വേണം ചെയ്യുവാൻ? സ്തോത്രം, വാക്കിനാലോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സപ്പോസ് ഒരു ഇന്റർവ്യൂവിന് പോകുക, എല്ലാം പഠിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് പോകുന്നതിന് യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ പോകുന്നു. സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്, ഐ എന്തെങ്കിലും ഒരു വിഷയം, ഒരു വസ്തുവിന്റെ വിഷയമാകാം, പല കാര്യങ്ങളാകാം. സോ നിങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധൈര്യത്തോടെ പറയണം, ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കുന്നത്. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? എന്നെ അറിയാമോന്നല്ല, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വീണ്ടെടുത്ത യേശുവിന്റെ നാമത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരാമേൻ പറഞ്ഞേ. നമ്മളെ വിളിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ വിളിക്കുക, എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ചർച്ച ചെയ്യാനോ, ഓക്കെ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ. രാവിലെ കിച്ചണില് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കയറുക. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അതാ പറയുന്നത്, വാക്കിനാലോ ആമേ സ്തോത്രം ക്രിയയിലോ എന്ത് ചെയ്താലും എന്താണ്? കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. രാമേ, യേശുവിന്റെ നാമത്തിലാണോ ഒരു വാക്ക് തുടങ്ങിയത്, അവിടെ സ്തോത്രം ചെയ്യുവാൻ നന്മ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിലാണോ ഒരു ക്രിയ നടന്നത്, ഒരു പ്രവൃത്തി ചെയ്തത്, അവിടെ മഹത്വം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അതുകൊണ്ടല്ലേ നമ്മുടെ വിവാഹത്തിന്, നമ്മുടെ വീട് വയ്ക്കുമ്പോൾ എന്ത് പുതിയ ചെയ്താലും ദൈവമക്കള് എങ്ങനെയാണ്? യേശുവിന്റെ നാമത്തിലാണ് തുടങ്ങുന്നത്. പ്രൈസ് ഗോഡ്. അത് പൂർത്തീകരിക്കുമ്പോഴത്തേക്കിനും സ്തോത്രം പറയുവാൻ ഇഷ്ടംപോലെ നന്മകൾ ഉണ്ടാകും. ഇവിടെ ഒരു ദിവസം ആരംഭിക്കുന്നത് യേശുവിന്റെ നാമത്തിലായിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഒരു ഗ്ലാസ് ചായ ഇട്ട് നോക്കിക്കേ. പ്രൈസ് ലോർഡ്. ഇവിടെ ചായ ഇടാൻ മിടുക്കന്മാരുണ്ട്. സ്തോത്രം. അവരെക്കാൾ ബെസ്റ്റ് ചായ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, കേട്ടോ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ പറയാട്ടെ, സ്തോത്രം. ഒന്നുകൂടി ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. സ്തോത്രം. നിങ്ങളുടെയൊക്കെ പാചകം നന്നായിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ സ്തോത്രം, പ്രൈസ് ലോർഡ്, വെണ്ടയ്ക്ക ഇങ്ങോട്ട് കിട്ടി, പാണ്ടിയുടെ വെള്ളയ്ക്ക തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് കയറ്റി വിടും, വിഷമ മറ്റേതാ വിളഞ്ഞില്ല, ഈ അച്ചായം പൊട്ട്, അല്ലെങ്കിൽ ഈ അച്ചായം പൊട്ട് വെണ്ടയ്ക്കയെ വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ. സ്തോത്രം. എവിടുന്ന് കിട്ടി? അപ്പൊ അച്ചായൻ പറയും, ഞാൻ അനിലിന്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞല്ലോ, അനിലിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കില്ല, അപ്പുറത്തെ ബാബുവിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കാം. അച്ചായനെ കുറ്റം പറഞ്ഞ്, അനിലിനെ കുറ്റം പറഞ്ഞ്, തമിഴ്നാട്ടുകാരെ കുറ്റം പറഞ്ഞ്, മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് ഇരിക്കാതെ യേശുവിന്റെ നാമത്തില് പൊട്ട് വെണ്ടയ്ക്കയായിരിക്കും, കേട്ടോ. സ്തോത്രം. എൻ്റെ അത് ചില കക്ഷികൾ ഇരിപ്പുണ്ട്, കേട്ടോ. സ്തോത്രം. അല്ലെങ്കിൽ അച്ചായൻ കഷ്ടപ്പെട്ട് സ്വതം കടയിൽ നിന്ന് സാധനവും വാങ്ങിച്ചുകൊണ്ട് വരും. അച്ചായന് എവിടുന്നാ ഇത് വാങ്ങിച്ചു? ചാടല്ലേ. സ്തോത്രം. എന്തായാലും അച്ചായൻ വാങ്ങിച്ചു പോയി. സ്തോത്രം. എന്നാ ചെയ്യാനാ? ഇതിലൊക്കെ ഈ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ കണ്ടിട്ടില്ലയോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ ഒരിക്കല് സ്തോത്രം, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന മീന് ഞാൻ അറിഞ്ഞില്ല, അവരെന്നെ കളിപ്പിച്ചു. ഇച്ചിരി കേടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് കേടായി പോക്കെയാണ്. അത് വെട്ടി തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് കേടായെന്ന്. കർത്താവെ വാങ്ങിച്ചു പോയി, കർത്താവ് നീ സഹായിക്കണേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ കേടൊക്കെ പമ്പ കടന്നു. രാമൻ പറഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊക്കെ അബദ്ധം പറ്റുമെന്നേ. സ്തോത്രം. എന്നാലും മീൻ വെട്ടുമ്പോൾ കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഈ മീൻ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പോഴാ ഗുട്ടൻസ് മനസ്സിലായത്. കർത്താവ് ഈ മീൻ തന്നതിന് സ്തോത്രം. കർത്താവ് ഇത്രയും മലക്കറി തന്നതിന് സ്തോത്രം. യേശുവേ നിന്റെ നാമത്തെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് ചെയ്തു നോക്ക്. പ്രൈസ് ലോർഡ്. വാങ്ങിയത് കേര ആണെങ്കിലും നല്ല നെയ്മീന്റെ ടേസ്റ്റ് കാണും. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. അവർ ചോദിക്കും, ഇത് എവിടുന്ന് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഇത്രയും ഞാൻ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഇത് പറഞ്ഞേ ഉള്ളൂ. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ക്രിസ്തുവിന്റെ നാമത്തില്, ക്രിസ്തുയേശുവിന്റെ നാമത്തെ തുടങ്ങ്. സ്തോത്രം പറയിപ്പിക്കുന്ന ഇതൊരു അധികാരത്തിന്റെ നാമമാണ്. ഇതൊരു ശക്തിയുള്ള നാമമാണ്. കേടുകളെ തീർക്കുന്ന നാമമാണ്. രുചി വരുത്തുന്ന നാമമാണ്.
സ്തോത്രം സ്തോത്രം. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കാണുകയില്ല. പക്ഷെ യേശുവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. അപ്പം അധ്യയന ദിവസങ്ങൾ ആരംഭിച്ചല്ലേ ഉള്ളൂ. സ്തോത്രം. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അതിന്റെ അകത്ത് കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ഇന്ന് സൂമിൽ കുഞ്ഞുങ്ങളെ അതിന്റെ മുന്നിൽ കൊണ്ടുവരണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ബുദ്ധി കാണത്തില്ല, എല്ലാ കുഞ്ഞുങ്ങളുടെ അത്രയും ബുദ്ധിയൊന്നും കാണത്തില്ല. പക്ഷെ കർത്താവിന്റെ കരങ്ങളില് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചൊന്ന് വിട്ടു നോക്കിക്കേ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും, കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠരാക്കി വിടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ പാസ്പോർട്ട് എല്ലാം എടുത്ത് വെക്കണം, എല്ലാവരുടെയും പാസ്പോർട്ടുകൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പാസ്പോർട്ടുകളെ യേശുവിന്റെ നാമത്തിൽ കൊടുക്കാൻ പോകുകയാകുന്നു. ഹല്ലേലൂയ. ചില യാത്രകളുണ്ട്, നന്മയുടെ യാത്രകളുണ്ട്. ഞാൻ വേഗം മുന്നോട്ട് പോകുകയാകുന്നു. ഇത് അധികാരത്തിന്റെ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം കൂടി വായിക്കാം. എബ്രായ ലേഖനം 5:9 കൂടി വായിക്കാം. എബ്രായ ലേഖനം 5:9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നോക്കിക്കേ, ഈ കർത്താവ് ആരായി തീർന്നു? ആമേൻ. ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. സ്തോത്രം. ആർക്ക്? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന. സ്തോത്രം. കണ്ടോ, ഈ തന്നെ അനുസരിക്കുന്ന എന്നുള്ള പദം ഏതിൽ വരുമെന്ന് അറിയാമോ? ടു റിസീവ് ജീസസ്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആ ഒരു പദത്തിനകത്ത് വരുന്ന ഒരു വാക്കാണ് ആമേൻ. സ്തോത്രം. തന്നെ അനുസരിക്കുന്ന. അപ്പൊ യേശുവിനെ സ്വീകരിക്കുന്നവർ എന്ത് ചെയ്യും? യേശുവിനെ അനുസരിക്കും. ഏത് യേശുവിനെ അനുസരിക്കും? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. സ്വതം പറഞ്ഞാട്ടെ, യേശുവിന്റെ പ്രത്യേകത എന്താണ്? പുത്രനാണ്. ഹല്ലേലൂയ. ആമേൻ. പുത്രനായിട്ടാണ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. ആമേൻ. സ്തോത്രം. ദൈവപുത്രനായി ഭൂമിയിൽ കടന്നു വന്ന യേശു കഷ്ടം അനുഭവിക്കേണ്ട കാരണം ഇല്ല. ദൈവ കഷ്ടം അനുഭവിക്കേണ്ട കാര്യമുണ്ടോ ആശയാന്റി? ഇല്ല. അതാ, പുത്രനെങ്കിലും കഷ്ടം അനുഭവിച്ചു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. കണ്ടോ, നമുക്കെല്ലാം ഒരു മോഡൽ ആരാണ്? യേശുവാണ്. സ്തോത്രം. അല്ലെങ്കിൽ പിതാവാം അയക്കപ്പെട്ടവനെ അനുസരിച്ചു. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അനുസരിച്ച അനുസരിച്ച ആ യേശുവിനെ എന്ത് ചെയ്യണം? അനുസരണം പഠിച്ചു തികഞ്ഞവനായി. രാമയെ പറഞ്ഞേ. അപ്പൊ ഈ ലോകത്തിൽ തികഞ്ഞവനായിട്ട് ഒരാളെ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ആ നല്ല യേശുവിനെ എന്ത് ചെയ്യണം? തികഞ്ഞവനായി അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള യേശുവിനെ സ്വീകരിക്കുന്ന, കഷ്ടം അനുഭവിച്ച് തികഞ്ഞവനായി തീർന്ന യേശുവിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. രാമേ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ ആ നല്ല പദവിയിൽ വന്നവർക്കായി സ്തുതിക്കുന്നു. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന ആമേ സ്തോത്രം രക്ഷയല്ല, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഈ നല്ല യേശുവിനെ നാം ഏറ്റെടുത്താൽ, ഈ തികഞ്ഞവനായ യേശുവിനെ നമ്മൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നിത്യരക്ഷ. ഇന്ന് ഈ ഗ്രൂപ്പിൽ ഞാൻ വീണ്ടും ശക്തമായി പറയുന്നു, നിത്യരക്ഷ. നിത്യരക്ഷയുടെ പവർ ഭയങ്കരമാണ് കേട്ടോ. നിത്യരക്ഷയുടെ ദൂത് കിട്ടിയ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറുകയാണ്. നമ്മളെ വിളിച്ചത്, നമ്മളെ തിരഞ്ഞെടുത്തത്, സ്തോത്രം, എന്തിനാണ്? നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ വീട്ടില് ഈ വാക്ക് മുഴങ്ങി കേൾക്കട്ടെ. നിത്യരക്ഷ. കഷ്ടങ്ങൾ അനുഭവിച്ച തികഞ്ഞവനായി തീർന്ന യേശുവിനെ സ്വീകരിച്ചപ്പോൾ, യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, അധികാരമുള്ള യേശുവിനെ കൈക്കൊണ്ടപ്പോൾ നമ്മുടെ ഭവനത്തിൽ വെളിപ്പെട്ടു നിത്യരക്ഷ. മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒന്നായിരുന്നു നിത്യരക്ഷ. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യവേഷം എടുത്ത് ഭൂമിയിൽ കടന്നു വന്ന് പിതാവിനെ അനുസരിച്ച് തികഞ്ഞവനായി തീർന്ന യേശുവിനെ നമ്മൾ അധികാരത്തോടെ കണ്ടു. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യെസ്, ഞാൻ ദൈവ പൈതലാണ്.
അധികാരത്തോടെ പറ, ഞാൻ ദൈവ പൈതലാം. അധികാരത്തോടെ പറ, എനിക്ക് നിത്യരക്ഷയുടെ പവർ എന്റെ വീട്ടിലുണ്ട്. അത് കരഞ്ഞും നിലവിളിച്ചും സ്തോത്രം സംശയിച്ചുമല്ല പറയേണ്ടത്, അധികാരത്തോടെ. അതാ ദൈവ പൈതൽ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ടത് അധികാരത്തോടെ വേണം. അധികാരത്തോടെ ഞാൻ ദൈവ പൈതലാണ്, എനിക്ക് നിത്യരക്ഷയുണ്ട്. ഹതലഘടകരാജപാല അർത്ഥാപാല ശംഭവ യേശുവിനെ റിസീവ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന് മുൻപ് അനേക കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. റിസീവിങ്ങിന്റെ വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരു ഇത് തന്നെ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. സ്വീകരിച്ചു. എന്ത് ചെയ്തു? സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചു. സ്തോത്രം. നല്ല മനസ്സോടെ സ്വീകരിച്ചു. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തോടെ സ്വീകരിച്ചു. അധികാരത്തോടെ സ്വീകരിച്ചു. സ്തോത്രം. നിത്യരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. ഹല്ലേലൂയ. മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ. ആമേൻ. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. എല്ലാവരും പറഞ്ഞേ, അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ഭവനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, they received Jesus. അവർ വിശ്വാസത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. അധികാരത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. വീണ്ടും പരിശുദ്ധാത്മാവ് പദം പറയിപ്പിക്കുന്നു, ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. പ്രൈസ് ലോർഡ്. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട എല്ലാവരും ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവ പൈതലാണെന്നുള്ള അധികാരത്തോടെ വേണം ഇരിക്കാൻ. ഹല്ലേലൂയ. കൂടാറാധാലാപം ശംധനാറകഷിയ. ഒരു നിങ്ങൾക്കത് ചെറിയൊരു വിഷയമായി ചിരിക്കാനൊക്കെ തോന്നും. സ്തോത്രം. പക്ഷെ എന്നെ ടച്ച് ചെയ്തൊരു വിഷയമാണ്. പ്രൈസ് ലോർഡ്. ഞാന് കൊട്ടാരക്കരയിൽ ഇരിക്കുന്ന ആ സമയത്ത്, കൊട്ടാരക്കര ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മോനുണ്ട്. സ്തോത്രം. അവനെ കർത്താവ് കുടുംബമായി മാനിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലൊക്കെ ഇങ്ങ് നിൽക്കുകയാണ്. അവനൊരു ഭവനത്തിലേക്ക് പോയി. സ്തോത്രം. ഏതൊരു കാര്യത്തിന് ഒരു ഭവനത്തിലേക്ക് പോയപ്പോൾ അവനും അവന്റെ പിതാവും കൂടിയാ പോയത്. സ്തോത്രം. അവിടുത്തെ നായ ഭയങ്കരമായിട്ട് കുരച്ച് ചാടി അവന്റെ നേരെ കടന്നു വന്നു. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അവൻ പറയുക, എന്നോട് അവന്റെ പിതാവാ പറഞ്ഞത്, ഈ കൊച്ചിറക്കൻ 9ാം ക്ലാസ് പഠിക്കുകയാണ് കേട്ടോ. ഈ കൊച്ചിറക്കൻ പറയാ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ആരാ? ദൈവത്തിന്റെ പൈതലാണ്. സ്തോത്രം. ഇപ്പോൾ കുറച്ച് ചാടി വരുന്നത് ആ പട്ടി പറഞ്ഞത് എന്തോ കണ്ട് പേടിച്ച പട്ടി തിരിച്ചു കൂട്ടിക്കറി. സ്തോത്രം. ഹല്ലേലൂയ. ആ നായ. നമുക്ക് ആ കൊച്ചു കുഞ്ഞിന്റെ അത്രയും ധൈര്യം ഇല്ലല്ലോ. സ്തോത്രം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ പാഷേ അങ്ങനായി. രക്ഷിക്കപ്പെട്ടിട്ട് 11 വർഷമായി, ഇപ്പോഴും ഇല്ല. ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ആര് നിനക്ക് വിരോധമായിക്കൊള്ളട്ടെ, എന്തും നിനക്ക് പ്രതികൂലമായിക്കൊള്ളട്ടെ, നീ ദൈവ പൈതലാ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്നിൽ നിത്യരക്ഷയുടെ പവർ ഉണ്ടെന്നേ. നശിച്ചു പോകാത്ത രക്ഷയുടെ പവർ നിന്നിലുണ്ടെന്ന്. നിന്നെ നിത്യതയിൽ എത്തിക്കുന്നവന്റെ അധികാരം നിന്നിലുണ്ടെന്നേ. നിന്നെ നിത്യതയിൽ എത്തിക്കുന്ന ശക്തി നിന്നിൽ വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ കണ്ടോ, ഈ ചില മീറ്റിങ്ങിനൊക്കെ വലിയ വിടുതല നടക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയാം, പ്രസംഗിക്കുന്ന ആളുടെ മിടുക്കല്ല, വന്ന വ്യക്തി പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ പൈതല, എനിക്കുള്ള വിടുതൽ ഇന്ന് ഇവിടെ ഉണ്ട്. സ്തോത്രം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷിക്തന്മാരെ ഞാൻ താഴ്ത്തി കെട്ടുകയില്ല. നല്ല വിശ്വസതയോടെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ സ്തോത്രം, നമ്മൾ ചിന്തിക്കത്തില്ല എങ്ങനെയാണ് ഇവന്റെ മീറ്റിങ്ങിൽ എങ്ങനെ വിടുതൽ ഉണ്ടായി. നമ്മൾ ചിന്തിക്കുന്ന ചില കേസുകളെ, അത് പ്രസംഗിക്കുന്നവരുടെ കഴിവ് 100% ഇല്ല. പ്രസംഗിക്കുന്നവരുടെ സ്തോത്രം കഴിവ് മേബി 50% കാണത്തുള്ളൂ, 40% കാണത്തുള്ളൂ. ബാക്കി 60% വിശ്വസിച്ച് വന്നവന്റെയാ, വിശ്വസിച്ച് വന്നവരുടെയാ. സ്തോത്രം. എനിക്കൊരു വിടുതൽ ഉണ്ടെന്ന് ഇവിടെ, എനിക്കിവിടെ സമാധാനമുണ്ട്. പറയാം, ഞാൻ വിശ്വസിക്കുക, എന്റെ രക്ഷകനായ യേശു ഇന്ന് എന്നെ വിടുവിക്കും. സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല തൊട്ട സഹോദരിയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒത്തിരി ജനക്കൂട്ടമുണ്ട്. ജനക്കൂട്ടം ഉള്ളത് കൊണ്ടല്ല വിടുതൽ ഉണ്ടായത്, അവളുടെ വിശ്വാസമാണ്.
അവൾ വിശ്വസിച്ചു, അവൾ അധികാരത്തോടെ വിശ്വസിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആയിരക്കണക്കിന് ആൾക്കാർ കൂടി വരുന്നിടത്തും വിടുതൽ നടക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഈ വചനം കൊണ്ട് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാൻ മാത്രം ചെയ്യുക, അധികാരത്തോടെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ഭവനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത അത് റിസീവ്ഡ് ജീസസ്, അവർ യേശുവിനെ കൈക്കൊണ്ടു. രണ്ടാമത്തെ പ്രത്യേകത, സ്തോത്രം, ഹല്ലേലൂയ, ഫസ്റ്റ് പ്ലേസ് ടു ജീസസ്. ഒന്നാം സ്ഥാനം ആർക്കാണ്? യേശുവാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് അവൾ കർത്താവിന്റെ കാൽക്കലിരുന്നു. ഓ ഹല്ലേലൂയ. അപ്പോ ആ വീട്ടിലെ പലര് കാണും, യേശു വന്നിട്ടുണ്ട്, യേശുവിന്റെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്. ഈ യേശുവും ശിഷ്യന്മാരും വന്ന സ്ഥിതിക്ക് വേറെ പലരും കാണും. പക്ഷെ പ്രഥമ സ്ഥാനം ആർക്കാണ്? യേശു കർത്താവിനാണ്. ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കാമോ? സ്തോത്ര, സങ്കീർത്തനങ്ങൾ 50-ന്റെ 23 വായിച്ച് സഹായിക്കാമോ? സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ. 101 സങ്കീർത്തനങ്ങൾ 101 എല്ലാ വേദഭാഗങ്ങളും വായിക്കാൻ സമയമില്ലല്ലോ. സങ്കീർത്തനങ്ങൾ 101 3 വാക്യം. സങ്കീർത്തനങ്ങൾ 101:3. ഞാനൊരു നീച കാര്യം എന്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അതെന്നോട് ചേർന്ന് കർത്താവിന് പ്രഥമ സ്ഥാനം, യേശു കർത്താവിന് മുഖ്യസ്ഥാനം കൊടുക്കുന്നവർ എന്ത് ചെയ്യുന്നില്ല? ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന്റെ മുമ്പിൽ വെക്കയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം. അനേക വേദഭാഗങ്ങൾ വായിച്ച് നിങ്ങളെ ആ വിഷയത്തിൽ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഫസ്റ്റ് പ്ലേസ് ടു ജീസസ്. യേശുവിന്റെ കാൽക്കാൽ അവർ ഇരുന്നു. ആമേ 39 വാക്യം തന്നെ പറയുന്നത്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ കാൽക്കാൽ ഇരുന്നു, അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. യേശു ആ ഭവനത്തിൽ വന്നപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ദേ റിസീവ്ഡ് ജീസസ്. അവർ യേശുവിനെ കൈക്കൊണ്ടു. 2, അവര് പ്രഥമ സ്ഥാനം യേശുവിന് കൊടുത്തു. 3, അവർ ദൈവത്തിന്റെ വചനം കേട്ടു. സ്തോത്രം, കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 18 മുതൽ വായിച്ചേ. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും ആകയാൽ നിങ്ങൾ എന്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. ഇങ്ങനെയാണോ നമ്മള്? സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വചനവുമായുള്ള ബന്ധത്തിൽ വചനവുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ്? സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ ആയിരിക്കണം? വചനങ്ങളെ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സിൽ സംഗ്രഹിക്കണം. പ്രശ്നങ്ങളെ കൊണ്ടല്ല ഹൃദയത്തെ നിറയ്ക്കേണ്ടത്, ദൈവത്തിന്റെ വചനങ്ങളെ കൊണ്ട്. ആമേൻ. നമ്മുടെ പ്രതികൂലമായ വിഷയങ്ങളെ കൊണ്ടല്ല നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ടത്, യേശുവിനെ കൊണ്ട് നിറയ്ക്കണം. ഹല്ലേലൂയ. ചിലർക്ക് മാനുഷികമായി ഒത്തിരി ശത്രുക്കൾ കാണും. അവരുടെ പേരല്ല ഹൃദയത്തിൽ ഇരിക്കേണ്ടത്, യേശുവിന്റെ വചനങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചിലരുടെ മനസ്സിൽ അസൂയ കാണും. ഇല്ല, നിങ്ങൾക്കാർക്കും അസൂയ ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. കുശുംബം ഇല്ല എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, എവിടെങ്കിലും വല്ല പകയോ ഇച്ചിരിയെങ്കിലും പിണക്കം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ദൈവ വചനം കൊണ്ട് നിറയ്ക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവ വചനം കൊണ്ട്. അല്ലെ, യോശുവയുടെ പുസ്തകം, ഹല്ലേലൂയ, യോശുവ 24 14 വായിച്ചു. 24:14. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്ക് അക്കരെ മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. കണ്ടോ? യഹോവയെ തന്നെ സേവിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നവനല്ല എൻ്റെ യേശു.
ഇനിയും എല്ലാവരുടെ ഇടയിൽ കൊണ്ട് യേശുവിനെ ഇരുത്തിയാലുള്ള അനുഭവം അറിയാമല്ലോ. യഹോവയുടെ പെട്ടകം എവിടെ കൊണ്ടുവച്ചു? ദാഗോന്റെ ക്ഷേത്രത്തിൽ. എന്നാ ഇവിടെ ഇരിക്കട്ടെ, വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ആരെങ്കിലും ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദാഗോന്റെ തലയും കൈപ്പത്തിയൊക്കെ അറ്റുപോകും യേശുവിന്റെ നാമത്തിൽ. സ്വതന്ത്രം. അന്യദേവന്മാരുടെ കൈയും കാലും ഒടിക്കുന്ന ശക്തിയാണ് യേശുവിന്റെ ശക്തി. എന്നെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയിപ്പിക്കുന്നു. അന്യദേവന്മാരുടെ കൈയും കാലും ഒടിയാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഏത് വീട്ടിലാണോ സ്വതന്ത്രം, അന്യ ആരാധനയുടെ കൈയും കാലും ഒടിയാൻ പോകുകയാണ്. ക്ഷുദ്ര പ്രയോഗങ്ങളുടെ കൈയും കാലും ഒടിയാൻ പോകുകയാണ്. ആഭിചാരത്തിന്റെ കൈയും കാലും ഒടിക്കുന്ന ശക്തിയാണ് യേശുവിന്റെ ശക്തി. ഈ ചരിത്രത്തിൽ ഇതുവരെ അന്യദേവന്മാർ യേശുവിന്റെ മുമ്പിൽ നിന്നിട്ടില്ല. അന്യ ആരാധനകൾ യേശുവിന് മുമ്പിൽ നിന്നിട്ടില്ല. ഞാനൊരു സംഭവം പറയാം. ഞങ്ങളുടെ സഭയിൽ ഞങ്ങള് സ്തോത്രം, എനിക്ക് വ്യക്തിപരമായ ഞങ്ങള് സാക്ഷികളായി തീർന്ന ഒരു വിഷയം ഞാൻ പറയാം. ഇതിനെ കൊട്ടാരക്കരയിൽ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു ആരാധന സ്ഥലം കിട്ടി. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഞങ്ങൾ ആ ആരാധന സ്ഥലം ഞങ്ങൾ സ്തോത്രത്തോടെ ഏറ്റെടുത്തു. ഞങ്ങൾ ആദ്യമായിട്ട് കിട്ടിയ സ്ഥലമല്ലേ, ഞങ്ങളൊരു ഫാസ്റ്റിംഗ് പ്രയർ അവിടെ വെച്ചു. ആശയാൻറ്റി സ്തോത്രം. പതിയെ 7 days ഞങ്ങൾ ആദ്യം വരുന്നത്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ പാടി ഇങ്ങനെ മുന്നേറി പോവുകയാണ്. സ്തോത്രം. പ്രൈസ്. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു. സ്തോത്രം. എന്താണ്, ഞങ്ങളുടെ അടുത്തൊരു പോറ്റി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. ഇവർ രാത്രി പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന്. സ്തോത്രം. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമല്ലോ, നാട്ടുകാരുടെ. ആമേസ് അവിടെ ഹൈന്ദവരും മുസ്ലിംസും ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെയും പ്രയാസമായിട്ടൊന്നും തോന്നിയില്ല. സ്തോത്രം. ഇദ്ദേഹം ഈ പോറ്റി ആമേസ് സ്തോത്രം അങ്ങ് ഭയങ്കര കർക്കശമായി നിൽക്കുകയാണ്. ഇവിടെ ഇനിയും ഇങ്ങനെ ആരാധന പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സ്തോത്രം ചോദിച്ചു എന്താ യഥാർത്ഥ കാരണം, എന്താ പറ പോറ്റി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എന്റെ പൊന്നു സാറേ, ഇവരുടെ ഈ പാട്ടും ഇവരുടെ കയ്യടിയും കേട്ടിട്ട് എന്റെ ഈ എന്തുവാ ആശാന്റി പറയുന്നത്, എന്റെ ഈ കുടിയിരിപ്പ് ശക്തികളല്ല, എന്റെ ദേവന്മാരും ദേവിമാരെല്ലാം ഇവിടെ നിന്ന് ഇളകിപ്പോയെന്ന്. സഹോദരം, ഈ ഒരു സാക്ഷ്യം ചുമ്മാതെ പറയിപ്പിച്ചല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്ന, ഏത് വീട്ടിലാ, അതാ നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്ന ചില അന്യനാമങ്ങള് ആമേ സ്തോത്രം നിത്യരക്ഷയുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകുകയാകുന്നു. സ്തോത്രം. യേശുവിന്റെ നാമം നിങ്ങളുടെ, അതാ പറയുന്നത്, വിശ്വാസത്തോടെ അധികാരത്തോടെ വേണം. ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് പറ. നിങ്ങളുടെ വീട്ടിൽ ഉറക്ക പറ, ഞാൻ യേശുവിന്റെ പൈതലാണ്, ഞാൻ യേശുവിന്റെ പൈതലാ, ഞാൻ യേശുവിനുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ പ്രയാസപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിൽക്കുന്നതായ അന്യശക്തികൾ ഇന്നത്തെ ഈ മീറ്റിങ്ങൾ നിങ്ങളുടെ ഭവനം വിട്ട് ഒഴിയുന്നു. നിങ്ങളുടെ അറിവില്ലാതെ, ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ അറിവില്ലാതെ, നിങ്ങൾക്കറിയത്തില്ല എന്തുകൊണ്ടാ ഈ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സേവിക്കുന്നതല്ല, നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങൾ പാർക്കുന്നിടത്ത് കുടിയിരിക്കുന്ന ശക്തികളെ ഇന്ന് യേശു മാറ്റുന്നു. ഓർക്കുക ആമേ സ്തോത്രം. യേശുവിന്റെ വചനം കൈക്കൊണ്ടു. സ്തോത്രം. യേശുവിന്റെ വചനം കൈക്കൊണ്ടു. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 40ഉം 41 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 10:40-41. മാർത്തയോ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. നോക്കണമേ, മറിയ യേശുവിന്റെ പാദപീഠത്തെങ്കിലാണ്. മാർത്ത എവിടാണ്? സ്തോത്രം. കിച്ചണിലാണ് എന്ന് പറഞ്ഞ് ഞാൻ മാർത്തയെ കളിയാക്കുന്നില്ല കേട്ടോ. ആമേ സ്തോത്രം. വന്നവർക്കെല്ലാം കരുതണമല്ലോ. പ്രാർത്ഥന മാത്രം നടന്നാ പോരല്ലോ. വന്നിരിക്കുന്നവർക്കെല്ലാം കാപ്പിയും കുബൂസും ഒക്കെ കൊടുക്കണ്ടേ. അപ്പൊ അതിന് ഒരാൾ വേണ്ടായോ? ആമേ. ശരീരം കൊണ്ട് കിച്ചണിലാണെങ്കിലും മനസ്സുകൊണ്ട് എവിടാ? യേശുവിന്റെ അടുക്കല കേട്ടോ. സ്തോത്രം. ഇവൾ ചെയ്ത കാര്യം നോക്കിക്കേ. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. ആരുടെ അടുക്ക വന്നു? യേശുവിന്റെ അടുക്കൽ വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക്
വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. വല്ലതും മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഈ വീടിന്റെ അടുത്ത പ്രത്യേകത, സ്തോത്രം, they took their problem to Jesus. അവരുടെ പ്രശ്നം അവരാരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. നമ്മളൊക്കെ നിങ്ങളിൽ ചിലരെങ്കിലും ആദ്യം ആരോടാ പറയുന്നേ? അമ്മായിമ്മയുടെ കാര്യം ആദ്യം ആരോടാ പറയുന്നേ? അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളല്ലോ. അച്ചായനോട്. കുഞ്ഞുങ്ങളുടെ കാര്യം ആദ്യം ആരോടാ പറയുന്നേ? അച്ചായനോട്. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആദ്യം ആരോടാ പറയുന്നേ? ജഡം കൊണ്ട് കാണുന്നവരോട്, അല്ലേ? പക്ഷെ മാർത്ത ആരോടാ പറഞ്ഞ ബിന്ദു ആന്റി? മാർത്ത ആരോടാ പറഞ്ഞത് രേഖ? മാർത്ത ആരോടാ പറഞ്ഞത് ഓമന സിസ്റ്ററെ? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആരും വിചാരിക്കില്ലേ ഇവരൊക്കെ ആ ഗണത്തിൽ പെട്ടവരാണെന്നൊന്നും വിചാരിക്കല്ലേ. ഇന്ന് എല്ലാവരുടെയും പേരങ്ങ് പറയുക. സ്തോത്രം, ആമേൻ, സ്തോത്രം. മാർത്ത ആരോടാ പറഞ്ഞ വത്സമാമേ? ഓ ഹല്ലേലൂയ. അവൻ ആദ്യം കണ്ടവരോടല്ല, ഓ യേശുവിനോട്. ഇന്ന് രാത്രി പറയട്ടെ, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ആരോട് വേണം പറയാൻ? ആദ്യം യേശുവിനോട് പറയണം, കർത്താവിനോട് ചെന്ന് പറയണം. സ്തോത്രം. അവൾക്കറിയാം യേശുവിനോട് പറഞ്ഞാൽ പരിഹാരമുണ്ട്. സ്തോത്രം. എന്നോടൊന്നും തോന്നല്ലേ പ്രേസർ? എന്നോട് മീൻസ് ഞാനിത് പറയുമ്പോൾ വിഷയം ആദ്യം ആരോടല്ല പറയേണ്ടത്? പാസ്റ്ററോടും അല്ല പറയേണ്ടത്. എന്ന് പറഞ്ഞ് പാസ്റ്ററോട് പറയണ്ടെന്നല്ല, എന്ന് പറഞ്ഞാൽ അച്ചായനോട് പറയണ്ടെന്നല്ല. അങ്ങനെ ആദ്യം ആ സിറ്റുവേഷൻ അറിയേണ്ടത് ആരാ? യേശുനാഥൻ. എന്നിട്ട് മതി പാസ്റ്റർ, എന്നിട്ട് മതി ഹസ്ബൻഡ്, എന്നിട്ട് മതി ഭാര്യ, എന്നിട്ട് മതി കുഞ്ഞ് അമ്മയപ്പന്മാർ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ വിഷയങ്ങൾ ആദ്യം പറയാൻ യേശു എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. സ്തോത്രം, 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 പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജൂഡാബാലബാലബ ശംധന രഹസ്യ ധുരാ ബൗഡഹേ അർത്ഥനാജികൽ ഖനഗദനാജിക സന്ധനാജകസ്യാതന ജൂഡാബാലബാലബ ശംധനാജകസ്യ. സ്തോത്രം, സ്തോത്രം. യേശുവിനെ സ്വീകരിച്ച വീട് കൈക്കൊണ്ടു, ആരും അത് അവരോട് അപഹരിച്ചില്ല. സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങൾ യേശുവിനോട് പറയട്ടെ. ദാവീദിന്റെ ജീവിതത്തിൽ അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ആദ്യം ആലോചന ചോദിച്ചത് യോവാബിനോടല്ല, ആദ്യം ആലോചന ചോദിച്ചത് യഹോവയോടാണ്. അൽഖാരാബാര. ഒരു ജോലി കിട്ടുമ്പോൾ, സ്തോത്രം, ആദ്യം ആലോചന ചോദിക്കേണ്ടത് യേശുവിനോടത്രേ. വിവാഹത്തിന് മുമ്പ് യേശുവിനോട് ആലോചന ചോദിക്കണം. വീട് പണിയതിനു മുമ്പ് യേശുവിനോട് ആലോചന ചോദിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ആരെല്ലാം ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും അന്നും ഇന്നും ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ വാക്കു കൊടുക്കണോ? ദൈവമേ സ്തോത്രം, ആ മീറ്റിങ്ങിൽ പോകണമോ? കർത്താവ് പോകാൻ പറഞ്ഞാൽ പോകും. യേശു പോകണ്ട എന്ന് പറഞ്ഞാൽ പോകത്തില്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയില് പറയുന്നു, കൈക്കൊണ്ടു, അതാരും അവരോട് അപഹരിച്ചില്ല. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് കൈക്കൊണ്ടു, ആരും അപഹരിച്ചില്ല. കർത്താവ് സഹായിച്ചാൽ അടുത്ത ആഴ്ചയിൽ കർത്താവിനെ സ്വീകരിക്കുന്ന ചില വിഷയങ്ങൾ, നമ്മളെല്ലാം യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിലും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒന്നും കൂടി ആഴമായി അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. നിങ്ങൾ ആരും കരുതരുത് 8 വീടും കഴിഞ്ഞു, ഇനി ഒരു വീടും ഇല്ലെന്ന് കരുതരുത്. സ്തോത്രം. ആമേ, 9ാമത്തെ വീട് ഓമനയാന്റിയുടെ വീട്, 10ാമത്തെ വീട് ജെസ്സി ആന്റിയുടെ വീട്, 11ാമത്തെ വീട് ആശ ആന്റിയുടെ വീട്, 12ാമത്തെ വീട് ലേഖ പ്രസാദിന്റെ വീട്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ആമേ, സ്തോത്രം, സ്തോത്രം. ഇന്നലത്തെ ദൂതാ കേട്ടോ, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളില് 8 വീട് കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ അടുത്ത വീട് നിങ്ങളുടേതാ കേട്ടോ. സ്തോത്രം. അടുത്ത വീട് നിങ്ങളുടേതാ. നിങ്ങളുടെ വീട്ടിൽ വ്യത്യസ്തമായ ഒരു പദം ഇത്രയും നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എഴുതപ്പെടാൻ പോകുന്നു, ചരിത്രത്തിൽ കുറിക്കപ്പെടാൻ പോകുന്നു. യേശു നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, കൈക്കൊള്ളാൻ തയ്യാറാണോ? സ്വീകരിക്കാൻ തയ്യാറാണോ? ബൈബിളിൽ ഈ എഴുതപ്പെട്ടത് കൂടാതെ നിങ്ങളുടെ വീട്ടിൽ വന്നതിനെ ചരിത്രം പറയാൻ പോകുകയാകുന്നു. യേശു ആ വീട്ടിൽ വന്നു, അവളുടെ ഭർത്താവ് രക്ഷപ്പെട്ടു. യേശു അവളുടെ വീട്ടിൽ വന്നു, അവളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. യേശുവിനെ കൈക്കൊണ്ടത് കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടായി. ആമേ, സ്തോത്രം, സ്തോത്രം. യേശുവിനെ കൈക്കൊണ്ടത് കൊണ്ടാണ് ആ വീട് മഹത്വപ്പെട്ടതെന്ന് പറയുന്നു ചരിത്രം. ആമേ സ്നേഹിതരെ കൊണ്ട് കർത്താവ് പറയിപ്പിക്കുന്നു.
ഹല്ലേലൂയ. ജിമാനഗസിയ ഗ്രേസിയാന്റിയെ സ്തോത്രം. നിൽക്കുന്ന ഭവനം ആമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ എനിക്ക് ഒരു ദിവസം, നാളെ ഒരു ദിവസം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം അവരെ ഗ്രേസിയാനോട് പറയുക, എനിക്ക് ഗ്രേസിയുടെ ദൈവത്തെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ആ യേശുവിനെ വേണം എന്ന് അവര് പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭവനത്തിന്റെ സ്ഥിതിയെ മാറ്റും. ഇന്നൊന്ന് ഞാൻ ഗ്രേസിയാന്റിയോടൊന്നും ആമേ സ്തോത്രം എന്നാ പറയുന്ന ഇന്റിമേറ്റ് ആയിട്ട് സ്തോത്രം ഞാൻ ദൂത് പറഞ്ഞിട്ടില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്രേസിയാന്റി ചിന്തിക്കുക, എല്ലാവരോടും ദൂത് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ എത്രയോ ദിവസമായി അതിന്റെ അഡ്മിനായിട്ടിരിക്കുന്നു. എബി പാസ്റ്റർ എന്നോട് മാത്രം എന്താ ദൂത് തരാത്ത. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ആന്റിയുടെ ദൈവം സംസാരിക്കുന്ന രാത്രിയാ കേട്ടോ. സ്തോത്രം. ഇന്ന് ചോദിക്കണം, ദൈവം എന്തിനാ എന്നെ ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? സ്തോത്രം. ദൈവം ഇത്ര നാളായി ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ നിന്ന് അവരെ സഹായിക്കുന്നു, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റും അവരെല്ലാം സർവീസ് കൊടുക്കുന്നു. എന്റെ ദൈവമേ, എന്നെ എന്തിനാ ഇസ്രായേലിൽ കൊണ്ടുവന്നേ? എന്റെ യേശുവെ, എന്നെ എന്തിനാ ഈ വീട്ടിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഇന്ന് ചോദിക്കും കേട്ടോ. ആൻഡ് ചോദിക്കും യേശുവെ. സോ അതൊരു ദൈവമായിട്ടുള്ള ഒരു ഇന്റിമസിയാണ്. ദൈവമേ, വൈ, എന്തിനാ എന്നെ ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? കർത്താവ്, എന്താ അങ്ങയുടെ ഉദ്ദേശം? സ്തോത്രം. രാമൻ പറഞ്ഞു, ഈ ചോദ്യം ഇന്ന് ദൈവം കേൾക്കെ പറയണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഉറക്ക ദൈവത്തോട് ചോദിക്കണം. അടുത്ത ദിവസം വീട്ടുകാര് ഒന്ന് പറയും, നിന്നെ ദൈവമായി ഇവിടെ കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവര് ഗ്രേസിമാമയോട് സമാധാനം ചോദിക്കും. അവര് ഗ്രേസി ആന്റിയോട് രക്ഷ ചോദിക്കും. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ആരോടാ ചോദിച്ചത്? പൗലോസിനോടും ശീലാസിനോടും. സ്തോത്രം. ഹല്ലേലൂയ. അവർ യേശുവിനെ രക്ഷകരായി സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിന്റെ കുഞ്ഞുങ്ങളായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഗ്രേസിയാനി, എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. ഇതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. ഇതിൽ പരമായിട്ട് ഒരാനന്ദവുമില്ല. സ്തോത്രം. ഞാൻ ആമേ സ്തോത്രം, ഇവരെ സർവീസ് ചെയ്യാൻ വന്നു നിന്നു, ഇവർക്കുള്ള കെയർ കൊടുക്കുവാൻ ഞാൻ വന്നു നിന്നു. അവർ യേശുവിനെ സ്വീകരിച്ചല്ലോ. സ്വർഗം കിട്ടിയ സന്തോഷം. അവർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അവർ രക്ഷയിലായി തീരട്ടെ. റെഡി ആയിരുന്നോണം കേട്ടോ. സ്തോത്രം. റെഡി ആയിരുന്നോണം. രക്ഷയുടെ ദൂത് പറയുവാൻ തയ്യാറായിക്കൊള്ളുക. രക്ഷയുടെ ദൂത് പറയുവാൻ. സ്തോത്രം. ഒരു വീട് അവര് രക്ഷയിലായി തീർന്നു കഴിഞ്ഞാൽ അവർ അടുത്ത വീട്ടിൽ ചെന്ന് പറയും, ഞങ്ങൾക്ക് കെയർ ചെയ്യാൻ വന്ന ഗ്രേസി ഞങ്ങളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. നമ്മള് ആന്റി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പാട് കൊടുക്കും. യേശുവിനെ കുറിച്ച് അവരടങ്ങിയിരിക്കും. അവര് പറയും, ഇന്ന ഗ്രേസിയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അവരുടെ ആങ്ങളയോട് പറയും. ആരോട് പറയും? അവരുടെ ആങ്ങള ചെറുക്കനോട് പറയും. അങ്ങനെ ദൈവരാജ്യം പ്രസിദ്ധമായി തീരുന്നത്. സ്തോത്രം. ഇത് ചോദിക്കുമ്പം വിസ കൈ കിട്ടിക്കഴിഞ്ഞു. സ്തോത്രം. സീൽ അടിക്കുക. പാസ്പോർട്ടില് വിസ അടിച്ചു കൊടുക്കുക. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. നമുക്കിനി പതിയെ പ്രാർത്ഥനയ്ക്ക് കയറാം കേട്ടോ. പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട്. ലേഖാപ്രസാദനായി നമുക്ക് പ്രാർത്ഥിക്കാം. രതനവിന ഹർദല വൈഡമാന ഹംധനഗഡെ രഗശലാദിയ അംദർ കഥാദ വൗഷനിബിനി ഹവനഗടകഥനാദിബേല വൗഷാരബാലവ അർത്ഥാരാജ വൗഷാമാന ഝൂഡാരാജ. ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ഞാൻ പ്രാർത്ഥനാ വിഷയത്തിൽ കേട്ടത്, ലേഖ സിസ്റ്ററുടെ പ്രിയപ്പെട്ടവൻ മദ്യപാനിയ അല്ലേ? ആന്നു. സ്തോത്രം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു ലേഖ സിസ്റ്ററെ മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാമോ? എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ടെ. അൺമ്യൂട്ട് ചെയ്യാമോ?